الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജഹു മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാൻ കേൾക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സിറാത്തുൽ മുസ്തഖീമിലുള്ള സഞ്ചാരത്തിൽ നമുക്ക് ഇനി പഠിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വാജിബുകളും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് കണക്റ്റായി വരുന്ന ഹറാമുകളും, അത്തരം കാര്യങ്ങൾ കൃത്യമായി വാജിബുകൾ പൂർത്തീകരിക്കുക, ഹറാമുകൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നമുക്കിനി പൂർത്തീകരിക്കാനുള്ള ഭാഗം. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. കാരണം ഏറ്റവും ആദ്യം നമ്മൾക്ക് നിർബന്ധമായി വരുന്ന ബാധ്യത നിസ്കാരമാണ്, 5 നേരത്തെ നിസ്കാരം. ഇനി അതിനുശേഷം നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നോമ്പിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, റമദാൻ മാസം നമ്മളിലെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ, ഏകദേശം 2 മാസങ്ങളോളമേ ഈ റമദാൻ മാസം പ്രവേശിക്കാനുള്ളൂ. ഈ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് നോമ്പിൻ്റെ വിധിവിലക്കുകൾ. എങ്ങനെയാണ് നമ്മൾ റമദാൻ നോമ്പ് പൂർത്തീകരിക്കേണ്ടത്, അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള വിഷയം. പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് റമദാൻ നോമ്പ്, അതിന് ചില ഷുറൂത്തുകളുണ്ട്. എന്ന് വെച്ചാൽ 7 നിബന്ധനകൾ പണ്ഡിതന്മാർ എണ്ണി പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ 4 കാര്യങ്ങൾ ഷുറൂത്തു സിഹ എന്നാണ് പറയുന്നത്. വെച്ചാൽ ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഷർത്ത് നഷ്ടപ്പെട്ടാൽ ആ നോമ്പ് സ്വഹീഹാവുകയില്ല, ആ നോമ്പ് ശരിയാവുകയില്ല. അതിലൊന്നാമത്തത് ഇസ്ലാം. പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞു. ഇസ്ലാം ഇല്ലാതെ ഏത് പ്രവർത്തനവും സ്വഹീഹാവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. രണ്ടാമത്തത് അഖൽ, സ്ഥിരബുദ്ധി. മൂന്നാമത്തത് നമ്മൾ ശ്രദ്ധിക്കണം, രാത്രി തന്നെ നീയത്തുണ്ടായിരിക്കുക എന്നുള്ളത്. അത് റമദാൻ മറ്റ് സുന്നത്ത് നോമ്പുകളാണെങ്കിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കാറുണ്ട്. ദുഹാ സമയത്തൊക്കെയാണ് വരിക. രാത്രി രാവിലെ ഒരു 9-10 മണിയൊക്കെ ആവുന്ന സമയത്ത് വന്നിട്ട് വീട്ടുകാരോട് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ഇവിടെ ഉണ്ടോ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ വീട്ടുകാർ പറയും ഇവിടെ ഒന്നും ഇല്ല കഴിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം എന്ത് പറയും, എങ്കിൽ ഞാനിന്ന് നോമ്പുകാരനാണെന്ന് പറയും. എന്നുവെച്ചാൽ നോമ്പിൻ്റെ നീയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കുന്നത് ഏത് സമയത്താണ്? ദുഹാ സമയത്താണ്. സുന്നത്ത് നോമ്പിനത് മതിയാകുന്നതാണ്. പക്ഷെ രാവിലെ സുബഹി മുതൽ ദുഹാ സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ല എങ്കിൽ ആ സമയത്ത് നീയത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോമ്പെടുക്കാം. പക്ഷേ റമദാൻ നോമ്പിന് അങ്ങനെയല്ല, ശ്രദ്ധിക്കണം. റമദാൻ നോമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഷർത്താണെന്ത്, തലേന്ന് തന്നെ, എന്ന് വെച്ചാൽ ഏറ്റവും മിനിമം സുബഹി ബാങ്കിന് തൊട്ട് മുമ്പ് വരെയെങ്കിലും ആ ഒരു സമയത്തെങ്കിലും നമ്മുടെ ഖൽബിൽ നീയത്തുണ്ടായിരിക്കണം. എന്നുവെച്ചാൽ ഇന്ന് ഞാൻ നോമ്പെടുക്കാൻ പോവുകയാണ് എന്നുള്ള നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ലം യുബയ്യിതി സിയാമ ഖബ്ല അൽ ഫജ്രി ഫലാ സിയാമ ലഹു. ആരാണോ ഫജ്റിന് മുമ്പ് നോമ്പ് നീയത്ത് വെക്കാത്തത് അവനെന്തില്ല, നോമ്പില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ റമദാൻ നോമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ട, അധികം ആളുകൾ വിട്ടുപോകുന്നൊരു വിഷയമാണ്. 4ാമത്തെ കാര്യം, അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്, ഹൈദും നിഫാസും ഇല്ലാതിരിക്കുക എന്നുള്ളത്. ഹൈദും നിഫാസും ഇല്ലാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 4 ഷർത്തുകളാണ് ഷുറൂത്തു സിഹ, നോമ്പ് സ്വഹീഹാവാൻ പാലിക്കേണ്ട ഷർത്തുകൾ, ഈ 4 എണ്ണം. പിന്നെ ഉള്ളത് 3 നിബന്ധനകൾ. അത് നോമ്പ് നിർബന്ധമാവാൻ, പക്ഷെ നോമ്പ് എല്ലാവർക്കും നിർബന്ധമാവില്ല. ഈ 3 നിബന്ധനകൾ ഒത്തു വന്നിട്ടുള്ള ആളുകൾക്കാണ് നോമ്പ് നിർബന്ധമാവുക. ഒന്നാമത്തത്
കുതിരത്ത് പറഞ്ഞാൽ കഴിവ്, അതിനുള്ള ശേഷി ഉണ്ടായിരിക്കാം. ചിലർ വളരെ പ്രായം ഒരുപാട് അധികരിച്ച് അവർക്ക് നോമ്പെടുക്കാൻ കഴിയില്ല, അവർക്ക് ആ ആരോഗ്യസ്ഥിതി അത്രയും മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. അവർക്ക് എന്തില്ല, കുതിരത്തില്ല, അവർക്ക് നോമ്പ് നിർബന്ധമാവുകയില്ല, അവർക്ക് നോമ്പെടുക്കൽ നിർബന്ധമല്ല. രണ്ടാമത്തെ നിബന്ധന നാട്ടിലുണ്ടായിരിക്കുക എന്നുള്ളത്, പക്ഷെ യാത്രക്കാരനല്ലാതാവുക. പക്ഷെ യാത്രക്കാരനും എന്തല്ല, നോമ്പെടുക്കൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക നോമ്പെടുക്കുന്നത് നിർബന്ധമല്ല. മൂന്നാമത്തേത് പ്രായപൂർത്തിയാവുക എന്നുള്ളത്. മൂന്നാമത്തേത് പ്രായപൂർത്തിയാവുക എന്നുള്ളത്. പ്രായപൂർത്തിയാവുന്നത് എങ്ങനെയാണ്? പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് 3 അടയാളങ്ങൾ. സ്ത്രീകൾക്കാണെങ്കിൽ 4മതൊരു അടയാളം കൂടെ. ഈ ഏതെങ്കിലും ഒരു അടയാളം കൊണ്ടാണ് ഒരു കുട്ടി പ്രായപൂർത്തിയായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തത് സ്വപ്നസ്ഖലനം സംഭവിക്കുക എന്നുള്ളത്, ശരീരത്തിൽ നിന്ന് മനി പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഗുഹ്യസ്ഥാനം, പ്രൈവറ്റ് പാർട്ടുകളിൽ എന്ത് ചെയ്യുക, കട്ടിയുള്ള രോമം, എന്നുവെച്ചാൽ നമ്മുടെ നേർത്ത രോമങ്ങൾ തൊലിയിൽ എല്ലാ ഭാഗത്തും ഉണ്ടാവും. എന്നാൽ ഈ മീശയും താടിയും തലമുടിയൊക്കെ പോലെ കട്ടിയുള്ള രോമങ്ങൾ അത്തരം സ്ഥലങ്ങളിൽ മുളയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ അടയാളം. മൂന്നാമത്തെ അടയാളം, ഇത് രണ്ടും ആയിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ അടയാളം എന്നുള്ളത് 15 വയസ്സ് തികയുക എന്നുള്ളത്. പക്ഷെ ഇത് 3 വേണമെന്നല്ല, ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ മതി. ഇതിലേതെങ്കിലും ഒരടയാളം ഉണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടി പ്രായപൂർത്തിയായി എന്ന് പറയാൻ സാധിക്കും. നാലാമത്തതാണ് ഈ സ്ത്രീകൾക്ക് മാത്രമുള്ളത്, ഹൈദ് വരിക എന്നുള്ളത്, 4മത്തെ അടയാളം. ഈ 4ൽ ഏതെങ്കിലും ഒരു അടയാളം സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പ്രായപൂർത്തിയായി. പിന്നെ ആ കുട്ടിക്ക് നോമ്പെടുക്കൽ നിർബന്ധമാണ്. എന്നുവെച്ചാൽ അതുവരേക്കും ആ കുട്ടിക്ക് നോമ്പെടുക്കൽ എന്തല്ല, നിർബന്ധമല്ല. ഇതാണ് നോമ്പിൻ്റെ ഷുറൂത്തുകൾ, 7 നിബന്ധനകൾ. പിന്നെ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില വാജിബാത്തുകളുണ്ട്. റമദാൻ നോമ്പുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട വാജിബാത്തുകളുണ്ട്. അത് 8 എണ്ണമാണ്. റമദാൻ നോമ്പിൻ്റെ വാജിബാത്തുകൾ 8 കാര്യങ്ങൾ. ഒന്നാമത്തത് അത് ഫർള് കിഫായ എന്നാണ് പറയാം. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും നിർബന്ധമാവുന്ന കാര്യമില്ല, ഒരു സമൂഹത്തിൽ ആരെങ്കിലും ചെയ്താൽ അത് മതിയാകുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫർള് കിഫായ എന്ന് പറയും. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നിർബന്ധമാവുന്ന കാര്യം. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ ചെയ്താൽ നമുക്ക് പിന്നെന്തില്ല, കുറ്റം കിട്ടുകയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം, ഫർള് കിഫായാണ്. അതെന്താണ്? ഹിലാൽ, അതായത് മാസപ്പിറവി ദൃശ്യമായിട്ടുള്ളത് നമുക്ക് റമദാൻ മാസത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ്? മാസപ്പിറ ആകാശത്ത് കാണുമ്പോഴാണ്. അപ്പം അത് കണ്ടിട്ടുണ്ടോ, അത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ, അത് ആകാശത്ത് ദൃശ്യമായിട്ടുണ്ടോ എന്ന് നോക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൽ ധാരാളം അതിൻ്റെ നോക്കുന്ന ആളുകളൊക്കെ ധാരാളം ആളുകളുണ്ട്. രണ്ടാമത്തത് ഫജർ ഉദിച്ചു കഴിഞ്ഞാൽ, ഫജർ ഉദിക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും അറിയില്ല, അതായത് സൂര്യൻ ഉദിക്കുക എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ ഫജർ ഉദിക്കുക എന്ന് പറഞ്ഞൊരു പ്രതിഭാസം അത് എല്ലാ ദിവസവും ആകാശത്ത് സംഭവിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ ലൈറ്റും, സ്ട്രീറ്റ് ലൈറ്റും വീട്ടിലെ ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടുപുറങ്ങളിൽ, നമ്മുടെ ഇത്തരം ടൗണുകളിലൊന്നും അത് ശരിക്കും പ്രകടമാവുന്നില്ല. അങ്ങനെയൊന്നും അല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ ഇതെന്ത് ചെയ്യും, ശരിക്ക് ആകാശത്ത് ആ വരുന്നൊരു മാറ്റം അത് ശരിക്കും എന്ത് ചെയ്യും, വ്യക്തമായി പ്രകടമാവും. ആ സമയത്താണ് എന്ത് ചെയ്യുക, ആ ഒരു വെളിച്ചം, ഒരു പ്രത്യേക മാറ്റം വരുമ്പോഴാണ് എന്ത് ചെയ്യുക, സുബഹി ബാങ്ക് കൊടുക്കുക. ആ ഒരു വെളിച്ചം വരുമ്പോഴാണ് സുബഹി ബാങ്ക് കൊടുക്കുക. പക്ഷെ സുബഹിയുടെ സമയം അപ്പോഴാണ് ആരംഭിക്കുന്നത്. അപ്പം ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന് ഫജർ ഉദിക്കുക എന്ന് പറയും. ഫജർ ഉദിക്കുന്ന 2 തരമുണ്ട്, ഫജറുൽ കാദിബും ഫജർ സ്വാദിഖ്, 2 തരമുണ്ട്. എന്ന് വെച്ചാൽ ആദ്യം ഒന്നെന്ത് ചെയ്യും, പെട്ടെന്ന് ഉദിക്കുന്നത് പോലെ വന്നിട്ട് പെട്ടെന്ന് മാനും, അതല്ല. പിന്നീട് അതിന് ശേഷം എന്ത് ചെയ്യും, ശരിക്കും
ഒരു മാറ്റം വന്ന് അതവിടെ നിലനിൽക്കും, മാറാതെ. അതാണ് ഫജ്റുൽ സ്വാദിഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്കറിയില്ല, നമ്മളൊന്നും കണ്ടിട്ടില്ല, നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. നമ്മളിട്ട് നോക്കിയാൽ അത് അറിയാനും സാധിക്കില്ല. കാരണം നമ്മൾ ടൗൺ ഏരിയകളിലും മറ്റുമൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമുക്കങ്ങനെ അത് കാണാനുള്ള പ്രയാസമുണ്ട്. അപ്പം ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം, പിടിച്ചു വെക്കണം. പക്ഷെ നോമ്പ് ആരംഭിക്കുന്ന അവിടെ മുതൽ, നോമ്പ് എന്നുള്ളത് ആരംഭിക്കുന്നത് അവിടെ മുതൽ, ഈ ഒരു ഫജ്റുൽ സ്വാദിഖ് ഉദിക്കുന്നത് മുതൽ. മൂന്നാമത്തെ നിർബന്ധ വാജിബ് എന്നുള്ളത്, ഈ ഒരു പിടിച്ചു വെക്കൽ ഏതുവരെ തുടരണം? സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പ് വരുന്നത് വരേക്കും ഇതിൽ തന്നെ, ഇങ്ങനെ തന്നെ തുടരണം. നോമ്പ് മുറിക്കുന്ന മറ്റ് കാര്യങ്ങളിലൊന്നും പ്രവേശിക്കാതെ അങ്ങനെ തന്നെ അതിൽ തന്നെ എന്ത് ചെയ്യണം? സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും തുടരണം. അതാണ് മൂന്നാമത്തെ വാജിബ്. നാലാമത്തെ വാജിബ് എന്നുള്ളത്, സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും ഈ നീയത്തിൽ തന്നെ തുടരണം. സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും ഞാൻ നോമ്പുകാരനാണ്, ഞാനിന്ന് നോമ്പെടുക്കുകയാണെന്നുള്ള നീയത്തിൽ തന്നെ തുടരണം. ഞാൻ ഇന്ന് നോമ്പ് വേണ്ട, ഇന്നിന് നോമ്പെടുക്കണ്ട എന്നൊരു ആൾ മനസ്സിൽ കരുതുകയാണെങ്കിൽ അത് ഈ വാജിബിനെ ബാധിക്കും. നോമ്പ് ഞാൻ എന്ത് ചെയ്യുകയാണ്? തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഈ നോമ്പ് പൂർത്തീകരിക്കും എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ എന്ത് ചെയ്യാം? മഗ്‌രിബ് വരേക്കും തുടരുക, സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും തുടരുക. ആണ് നാലാമത്തെ വാജിബ്. അഞ്ചാമത്തെ വാജിബ് ശ്രദ്ധിക്കണം. ഒരാൾ ഉദാഹരണത്തിന് റമദാൻ മാസത്തിൽ മറന്നുപോയിക്കൊണ്ട് ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കും. അപ്പം അയാൾക്ക് അത് ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഉടനെ തന്നെ എന്ത് ചെയ്യണം? വായിലുള്ളത് തുപ്പിക്കളയണം. എന്തായാലും നനഞ്ഞോ, ഇനി കുളിച്ച് കയറാം എന്നുള്ളത് പാടില്ല. അറിയാതെ മറന്നു പോയി കഴിച്ചു കഴിഞ്ഞാൽ ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം? ഉടനെ തന്നെ അത് തുപ്പിക്കളയണം. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഓർമ്മിപ്പിച്ചാൽ എന്ത് ചെയ്യും? ഉടനെ തന്നെ അത് എന്ത് ചെയ്യണം? തുപ്പിക്കളയണം. വായിലുള്ളത് പുറത്തേക്ക് എടുക്കണം. അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരാൾക്ക് രോഗിയാണ്, രോഗം കാരണം അയാൾ നോമ്പെടുത്തിട്ടില്ല. പക്ഷെ അയാളുടെ രോഗം എന്ത് ചെയ്തു? നോമ്പിൻ്റെ പകലിൽ ഭേദമായി, അയാൾ ഉഷാറായി. അയാൾ ഉഷാറാകുന്നത് വരേക്കും അയാൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇളവുണ്ട്. പക്ഷേ അയാൾ ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അയാൾ നോമ്പുകാരനല്ലെങ്കിൽ പോലും റമദാൻ്റെ പകലിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. റമദാൻ്റെ പകലിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഉദാഹരണമാണ് ഇപ്പോൾ ഒരു യാത്രക്കാരന് യാത്രയിൽ എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കാം. കാരണം എന്തല്ല? യാത്രക്കാരന് ഇളവുണ്ട്. പക്ഷെ അയാൾ യാത്ര ചെയ്ത് നാട്ടിലേക്ക് എത്തിയാലോ? ഞാൻ എന്തായാലും നോമ്പില്ല, യാത്രക്കാരനായിട്ട് വന്നതല്ലേ, നോമ്പെടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഹൈദുള്ള സ്ത്രീകൾ, ഹൈദ് അവസാനിച്ച് കുളിച്ച് ശുദ്ധിയായി കഴിഞ്ഞാൽ ഹൈദ് ഉള്ളിടത്തോളം അവർക്ക് ഭക്ഷണം കഴിക്കാം. പക്ഷെ ശുദ്ധിയായാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇതുപോലത്തെ ഉദറുകൾ കൊണ്ട്, ദീൻ അനുവദിക്കപ്പെട്ട കാരണങ്ങൾ കൊണ്ട് ഒരാൾ നോമ്പ് ഒഴിവാക്കുകയും ആ കാരണം റമദാൻ്റെ പകലിൽ നീങ്ങുകയും ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള സമയത്ത് നോമ്പെടുക്കാതിരിക്കണം. അത് റമദാൻ മാസത്തിനോടുള്ള ഹുർമ, അതിനോടുള്ള പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. ആ ഉദറുള്ളിടത്തോളം അവർക്ക് എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കാൻ ഇളവുണ്ട്. എന്നാൽ ആ ഉദറ് നീങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരാൾ റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ചത് ഒരാൾ അറിഞ്ഞില്ല എന്ന് വിചാരിക്കും. അയാൾ അറിഞ്ഞത് ഉച്ച സമയത്താണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അയാൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലുള്ള ഉദറുകൾ കൊണ്ട് നോമ്പെടുക്കാതെ വിട്ടുപോയ ആളുകൾ, നോമ്പെടുക്കാതിരുന്ന ആളുകൾ, അവരെന്ത് ചെയ്യണം? ആ ഉദറ് നീങ്ങിയാൽ ഉടനെ തന്നെ നോമ്പിൽ തുടരണം.
നോമ്പിൽ തുടരണം. അത് നോമ്പായിട്ട് കണക്കാക്കപ്പെടുകയൊന്നുമില്ല. നോമ്പ് ആയി കണക്കാക്കപ്പെടണമെങ്കിൽ സുബഹി മുതൽ മഗ്‌രിബ് വരേക്കും നോമ്പെടുക്കണം. പക്ഷെ ഇത് ആ നോമ്പിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആ രൂപത്തിൽ നമ്മൾ പെരുമാറാവും. പിന്നെ ആറാമത്തെ വാജിബ് എന്നുള്ളത്, ഒരാൾ ഭാര്യയുമായി അടുത്തു കഴിഞ്ഞാൽ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യം. അതിലേക്ക് പെട്ടുപോകും, അതിലേക്ക് വീണു പോകും എന്ന് പേടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭാര്യയിൽ നിന്നും അകന്നു നിൽക്കണം. റമളാനിൻ്റെ പകലിൽ ആ ഒരു പേടിയുള്ള ആളുകൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? അകന്നു നിൽക്കുക എന്നുള്ളത് വാജിബാണ്. ഏഴാമത്തെ വാജിബ് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, അനാവശ്യമായിട്ടുള്ള ഹറാമ് കലർന്നിട്ടുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒഴിവാക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഹദീസ് വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചെന്ന ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു. ഒരാൾ റമളാനിൻ്റെ പകലിൽ അനാവശ്യമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഭക്ഷണവും വെള്ളവും അവൻ ഒഴിവാക്കുന്നതിലേക്ക് അള്ളാഹുവിനൊരു ആവശ്യമില്ലാന്ന്. ഇത്ര ഗൗരവത്തിലാണ് പറയുന്നത്. ഇന്നത്തെ ആളുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്, റമളാൻ നോമ്പിൽ അവർ എങ്ങനെയെങ്കിലും വിശപ്പിനെ അങ്ങോട്ട് തള്ളി നീക്കാൻ, അല്ലെങ്കിൽ സമയത്തിന് എങ്ങനെയെങ്കിലും തള്ളി നീക്കാൻ പരമാവധി ഹറാമുകളിൽ എന്ത് ചെയ്യും? പലരും ഓരോ റമളാനിൽ ഓരോ പകലിലും എത്ര സിനിമകളെ കണ്ടുകൂട്ടുന്നു, ഒരുപാട് ഗെയിമുകളും മറ്റൊരുപാട് കാര്യങ്ങളും. എന്നുവെച്ചാൽ അനാവശ്യമായിട്ടുള്ള ഹറാമുകൾ കലർന്ന ഒരുപാട് കാര്യങ്ങളിൽ മുഴുകുക എന്നുള്ളത് റമളാൻ നോമ്പിന് എന്ത് ചെയ്യും? അതിൻ്റെ പ്രതിഫലത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി കളയുന്ന കാര്യം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ റമളാൻ നോമ്പിൽ ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വാജിബ് ഈ വാജിബ്. ഹറാമായ സംസാരങ്ങൾ, പ്രവർത്തനങ്ങൾ ഒഴിവാക്കാതിരിക്കുക എന്ന്. എട്ടാമത്തെ വാജിബ്, അത് നോമ്പിനെന്നല്ല മൊത്തത്തിലുള്ള വാജിബാണ്. എന്ത്? ഈ നോമ്പിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നോമ്പെടുക്കുക എന്നുള്ളത്. നോമ്പിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നോമ്പെടുക്കുക എന്നുള്ളത്. എന്തതിൻ്റെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹു ഫഅഹ്ബത അഅ്മാലഹും. അള്ളാഹു അവതരിപ്പിച്ച, അള്ളാഹു നിയമമാക്കിയ ഒരു കാര്യത്തെ ആരെങ്കിലും വെറുത്തു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ അമലുകളൊക്കെ എന്ത് ചെയ്യും? പൊളിച്ചു കളയും. എന്നുവെച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഉപകരിക്കാതെ പോകുന്ന ഒരു വലിയൊരു അപകടമാണെന്ത്? അള്ളാഹു അവതരിപ്പിച്ചൊരു കാര്യത്തെ നമ്മൾ വെറുക്കുക. അള്ളാഹു അവതരിപ്പിച്ചൊരു കാര്യത്തെ നമ്മൾ വെറുക്കുക എന്നുള്ളത് അത് വലിയ അപകടമാണ്. പല ആളുകളും, പല ചെറുപ്പക്കാരും നോമ്പെടുക്കുന്നത് വീട്ടിലാണെങ്കിൽ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ചീത്ത പേടിച്ചിട്ട്, അല്ലെങ്കിൽ കുടുംബക്കാരുടെ വഴക്ക് പേടിച്ചിട്ട്, നാട്ടുകാരുടെ പരിഹാസം പേടിച്ചിട്ടൊക്കെയാണ് പലരും എന്ത് ചെയ്യാം? നോമ്പെടുക്കുക. അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം? ആ നോമ്പെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ ഒരുപാട് ഖൈറുകളുണ്ട്, ഒരുപാട് ഹിക്മത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ പറയാം. ഇതാണ് വാജിബ്. റമളാൻ നോമ്പിൽ വാജിബായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ 8 കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം മുസ്തഹബായിട്ടുള്ള കാര്യങ്ങൾ നോമ്പിൽ നമ്മൾക്ക് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ പരമാവധി എത്രത്തോളം അധികരിപ്പിക്കുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾക്ക് നോമ്പ് കൊണ്ട് കിട്ടുന്ന പ്രതിഫലം വർദ്ധിക്കും. നോമ്പ് കൊണ്ട് കിട്ടുന്ന പ്രതിഫലം വർദ്ധിക്കും. അങ്ങനെയുള്ള മുസ്തഹബ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യില്ല, നോമ്പ് അതിൻ്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നോമ്പ് സ്വഹീഹ് അല്ലാതാവുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ എത്രത്തോളം അധികരിപ്പിക്കുന്നു അത്രത്തോളം നമുക്കത് കൂടുതൽ പ്രതിഫലം നൽകുന്ന കാര്യങ്ങൾ. അതിലൊന്നാമത്തത്, നമ്മൾ ഈ ഹിലാൽ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക എന്നുള്ളതാണ്. മാസപ്പിറവി ദൃശ്യമായോ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫർള് കിഫായാണ്. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറ്റം കിട്ടൂല. പക്ഷേ നമ്മളും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ആ ഒരു സ്വപ്നത്തെടുക്കാൻ വേണ്ടി ആ ഒരു മാസപ്പിറവി നോക്കാൻ നമുക്ക് സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത്
പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത്, ഈ മാസപ്പിറവി ദൃശ്യമായാൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം എന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നുള്ളത്. മൂന്നാമത്തത്, മുസ്തഹബായിട്ടുള്ള മൂന്നാമത്തെ കാര്യം അത്താഴം കഴിക്കുക എന്നുള്ളത്. അത്താഴം കഴിക്കുക എത്രത്തോളം പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ നോമ്പിനും അഹ്ലുൽ കിതാബുകാരുടെ നോമ്പിനും ഇടയിലുള്ള വ്യത്യാസമാണെന്ത്? അത്താഴം കഴിക്കണത്. അത്താഴം കഴിക്കൽ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ മലക്കുകളും എന്ത് ചെയ്യുന്നുണ്ട്? അത്താഴം കഴിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്രയും പ്രോത്സാഹിപ്പിക്കപ്പെട്ട സുന്നത്താണ്. നാലാമത്തെ സുന്നത്ത് എന്നുള്ളത് അത്താഴത്തിൽ ഈത്തപ്പഴം ഉൾപ്പെടുത്തുക എന്നുള്ളത്. നിഅമ സഹൂർ അത്തംർ, ഈത്തപ്പഴം എത്ര നല്ല അത്താഴമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്താഴത്തിൽ ഈത്തപ്പഴം ഉൾപ്പെടുത്തുക എന്നുള്ളത് നാലാമത്തെ സുന്നത്ത്. അഞ്ചാമത്തെ സുന്നത്ത് എന്നുള്ളത് ഈ അത്താഴം പരമാവധി വൈകിപ്പിക്കുക. എന്നുവെച്ചാൽ ചിലർ ചെയ്യുന്നത് പോലെ രാത്രി തന്നെ കഴിച്ചിട്ട് കിടന്നുറങ്ങലല്ല. പരമാവധി വൈകിപ്പിക്കുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഞങ്ങൾ സ്വഹാബികൾ അത്താഴം കഴിച്ച് കഴിഞ്ഞ് ഒരു 50 ആയത്ത് ഖുർആൻ ഓതുമ്പോഴേക്ക് എന്ത് ചെയ്യും? സുബഹി ബാങ്ക് കൊടുക്കും. 50 ആയത്ത് ഓതുക എന്ന് പറയുമ്പോൾ എത്ര? ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഏകദേശം. അത്താഴം കഴിച്ച് കഴിഞ്ഞ് 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും സുബഹി ബാങ്ക് കൊടുക്കുന്ന രൂപത്തിൽ അത്രയും എന്ത് ചെയ്യാം? വൈകിപ്പിക്കാം. അത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട സുന്നത്ത്. ആറാമത്തെ സുന്നത്ത് എന്നുള്ളത്, അത് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു സുന്നത്ത്. അത്താഴം കഴിക്കുമ്പോഴാണെങ്കിലും നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും ഭക്ഷണം പരമാവധി കുറയ്ക്കുക. ഭക്ഷണം പരമാവധി കുറയ്ക്കുക. നമ്മുടെ നാട്ടിൽ തമാശയ്ക്ക് പറയാറുണ്ട്, ഈ റെയിൽവേ ക്രോസ് ഗേറ്റ് അടയ്ക്കുമല്ലേ, കുറച്ചു നേരം അടച്ചിട്ട് പിന്നെ തുറക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഫുള്ള് വണ്ടികൾ വന്ന് കയറുന്നത് തിക്കും തിരക്കും പോലെ. ഇതുപോലെയാണ് പലരുടെയും നോമ്പ് തമാശയ്ക്ക് പറയാറുണ്ട്. അതുപോലെയാണ് പലരും എന്തോ പക വീട്ടുന്ന പോലെ, അത്ര നേരം കഴിക്കാത്തതിൻ്റെ ദേഷ്യം തീർക്കുന്ന പോലെ. അത് ശരിയല്ല. അത് അത്താഴത്തിനാണെങ്കിലും നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും ഭക്ഷണം പരമാവധി കുറയ്ക്കുക. ഭക്ഷണം പരമാവധി കുറയ്ക്കുക. തീരെ കുറയ്ക്കണം എന്നല്ല, നമ്മുടെ ആവശ്യം. വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താ? ഒരു മനുഷ്യൻ നിറച്ച പാത്രങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട പാത്രം എന്നുള്ളത് അവൻ്റെ വയറാണ്. അവൻ്റെ വയറിനേക്കാൾ വൃത്തികെട്ടൊരു പാത്രവും ഒരു മനുഷ്യനും നിറച്ചിട്ടില്ല. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ വെറുക്കപ്പെട്ട കാര്യം. വളരെ അപൂർവ സന്ദർഭങ്ങളിൽ വല്ലപ്പോഴുമൊക്കെ വയറ് നിറയ്ക്കാമെന്നല്ലാതെ എപ്പോഴും വയറ് നിറച്ച് കഴിക്കുക എന്നുള്ളത് അങ്ങേയറ്റം വെറുക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്താഴത്തിനാണെങ്കിലും നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും ഭക്ഷണം പരമാവധി കുറയ്ക്കുക. പിന്നെ ഏഴാമത്തെ സുന്നത്ത് എന്നുള്ളത്, സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പ് ആയിക്കഴിഞ്ഞാൽ, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. സൂര്യൻ അസ്തമിച്ചു നമുക്ക് ഉറപ്പായാൽ ഏറ്റവും ആദ്യം നമുക്ക് നോമ്പ് തുറക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മളാണ് നോമ്പ് തുറക്കേണ്ടത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹദീസുകളിൽ കാണാം, ഏറ്റവും ആദ്യം നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നത് അടുത്തോളം. പക്ഷെ ജനങ്ങൾ ഇങ്ങനെ ഈ രൂപത്തിൽ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം ജനങ്ങൾ ഹൈറിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടിൽ പലരും എന്ത് ചെയ്യും? നോമ്പ് സൂര്യൻ അസ്തമിച്ചാലും പിന്നെ എന്ത് ചെയ്യും? സൂക്ഷ്മതയ്ക്ക് എന്ന് പറഞ്ഞിട്ട് 2-3 മിനിറ്റ് വൈകിപ്പിക്കും, ബാങ്ക് കൊടുക്കൂല. അവൻ മനസ്സിലായിട്ടുണ്ട് സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്, ആയി മഗ്‌രിബിൻ്റെ സമയമായി, എന്നാലും എന്ത് ചെയ്യില്ല? ബാങ്ക് കൊടുക്കൂല, നോമ്പ് തുറക്കൂല. നമ്മൾ സുന്നത്ത് എന്നുള്ളത് ഏറ്റവും പെട്ടെന്ന് തന്നെ സൂര്യൻ അസ്തമിച്ചാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കുക എന്നുള്ളത്. എട്ടാമത്തെ സുന്നത്ത് എന്നുള്ളത് ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ പഴുത്തത്, ഉണങ്ങിയതല്ല. ഉണങ്ങിയതിന് കാരക്ക എന്ന് പറയും.
അതായത് അറബിയിൽ റുത്തബും തമ്മുറും എന്നവർ. റുത്തബ് എന്ന് പറഞ്ഞാൽ പഴുത്തത്. അതുകൊണ്ട് നോമ്പ് തുറക്കുക. പക്ഷെ നോമ്പ് തുറക്കുമ്പോൾ ആദ്യം അത് കഴിക്കുക എന്നുള്ളതാണ് 8ാമത്തെ സുന്നത്ത്. നോമ്പ് തുറക്കുമ്പോൾ റുത്തബ് കൊണ്ട് തുറക്കുക. ഇനി റുത്തബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? 9ാമത്തെ സുന്നത്ത് കാരക്ക കൊണ്ട് തുറക്കുക. ഉണങ്ങിയത് കൊണ്ട്, ഉണങ്ങിയ ഈത്തപ്പഴം കാരക്ക കൊണ്ട് എന്ത് ചെയ്യാം? നോമ്പ് തുറക്കുക. ഇനി അതുമില്ലെങ്കിൽ അതാണ് 10ാമത്തെ സുന്നത്ത്, കുറച്ച് വെള്ളം കൊണ്ട് എന്ത് ചെയ്യാം? നോമ്പ് തുറക്കുക. വെള്ളം, സാധാ വെള്ളം, നാരങ്ങ വെള്ളമല്ല, സാധാ വെള്ളം. എന്നിട്ട് വേണമെങ്കിൽ നാരങ്ങ വെള്ളം കുടിച്ചോ, പ്രശ്നമൊന്നുമില്ല. സുന്നത്തിന് വേണ്ടി എന്ത് ചെയ്യാം? നമ്മൾ നാരങ്ങ വെള്ളത്തിന് പകരം സാധാരണ വെള്ളം കുടിക്കുക. അപ്പോൾ ഈത്തപ്പഴം കിട്ടുമെങ്കിൽ ഈത്തപ്പഴം കൊണ്ട് തുറക്കുക, അതില്ലെങ്കിൽ കാരക്ക, അതുമില്ലെങ്കിൽ എന്ത് ചെയ്യുക? വെള്ളം കൊണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന വിഷയമാണ്. ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഇങ്ങനെ. ഇനി ഇത് മൂന്നും ഇല്ലെങ്കിൽ അതാണ് 11ാമത്തെ, ഏതാണോ ഉള്ളത് അതുകൊണ്ട് തുറക്കുക. ഹലാലും തൊയ്യിബുമായ ഏത് കാര്യം കൊണ്ടും എന്ത് ചെയ്യാം? നമുക്ക് നോമ്പ് തുറക്കാം, ഇത് മൂന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ. പിന്നെ 12ാമത്തെ സുന്നത്ത് എന്നുള്ളത് നോമ്പ് തുറന്നാലുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ദിക്ർ. എന്താണ് ദിക്ർ? ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഈ ഒരു ദിക്ർ ചൊല്ലുക എന്നുള്ളത് 12ാമത്തെ സുന്നത്താണ്. പിന്നെ 13ാമത്തെ സുന്നത്ത്, നമ്മൾക്കൊരാൾ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ, നമ്മളൊരാൾ നോമ്പ് തുറക്കി വിളിച്ചു, നമ്മൾ അവിടെ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് 13ാമത്തെ സുന്നത്ത്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. പിന്നെ 14ാമത്തെ സുന്നത്ത് എന്നുള്ളത് പരമാവധി നമുക്ക് സാധിക്കുന്നതിലെ മാക്സിമം ആളുകളെ നോമ്പ് തുറപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി ആളുകൾ നോമ്പ് തുറപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ എന്താ പ്രതിഫലം അറിയോ? അയാളുടെ നോമ്പിൻ്റെ പ്രതിഫലം മുഴുവൻ നമുക്ക് കിട്ടും. അയാളുടെ നോമ്പിൻ്റെ പ്രതിഫലം, അയാൾക്കത് കുറഞ്ഞു പോകില്ല, പക്ഷെ അയാളുടെ പ്രതിഫലം മുഴുവൻ എന്ത് ചെയ്യും? നമുക്ക് ലഭിക്കും. അപ്പോൾ പരമാവധി നോമ്പ് തുറപ്പിക്കാൻ പരിശ്രമിക്കുക, അത് അധികരിപ്പിക്കുക എന്നുള്ളത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. 15ാമത്തെ സുന്നത്ത് എന്നുള്ളത് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. രാത്രി നിസ്കരിക്കുമ്പോൾ, തറാവീഹ് നിസ്കാരം പള്ളിയിൽ ഇശാ ജമാഅത്തിന് ശേഷം ആരംഭിക്കും. ഈ നിസ്കാരം ഇമാമിനോടൊപ്പം തന്നെ തുടങ്ങി ഇമാമിനോടൊപ്പം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളത് വലിയൊരു സുന്നത്താണ്. കാരണം അതിൻ്റെ ശ്രേഷ്ഠത എന്താ? കുതിബ ലഹു ഖിയാമു ലൈല, ആ രാത്രി മുഴുവൻ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അവനതുകൊണ്ട് കിട്ടും. എങ്ങനെയാണെങ്കിൽ ഇമാമിനൊപ്പം തന്നെ തുടങ്ങി ഇമാം അവസാനിപ്പിച്ചപ്പോൾ അവസാനിപ്പിച്ചു. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം അയാൾക്ക് ലഭിക്കും. സിമ്പിളുമാണ്, എന്നാൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. പക്ഷെ ആളുകൾ ഇത് വിട്ടിട്ട് എന്ത് ചെയ്യും? അവർ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? പരിശ്രമിക്കും, ഒറ്റയ്ക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യും. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഇമാമിൻ്റെ നിസ്കാരത്തിനിടയിൽ കടന്നു വരും. എന്നിട്ട് ആ നിസ്കാരത്തിന് മുഴുവനാക്കും, അതുമില്ല, ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? വീട്ടിലേക്ക് പിന്നെയും പോകും. വീട്ടിൽ പോയി കുറേ പരിശ്രമിക്കുന്നത് മോശമാണെന്നല്ല, പക്ഷെ ഏറ്റവും മികച്ചതെന്താ? ഈ വ്യക്തി ഒറ്റയ്ക്ക് പരിശ്രമിച്ചാൽ ഒരിക്കലും ഈ രാത്രി മുഴുവൻ നിസ്കരിക്കാൻ കഴിയും? ഇല്ല, അങ്ങനെ കഴിയുന്നത് വളരെ റെയറേ ഉള്ളൂ. പക്ഷേ സിമ്പിളായിട്ട് ഈ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം എന്ത് ചെയ്യാൻ സാധിക്കും? ഇമാമിനൊപ്പം തുടങ്ങുകയും ഇമാമിനൊപ്പം അവസാനിപ്പിക്കുകയും ചെയ്ത ആളുകൾക്ക് ലഭിക്കും. അപ്പം ഏതാ നല്ലത്? എളുപ്പത്തിൽ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു വഴി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് മുറുകെ പിടിക്കാനാണ് ഏറ്റവും നല്ലത്.
അത് മുറുകെ പിടിക്കാനാണ് ഏറ്റവും നല്ലത്. പിന്നെ 16ാമത്തെ സുന്നത്ത് എന്നുള്ളത് വിത്തറിന് ഖുനൂത്ത് പതിവാക്കുക എന്നുള്ളത്. വിത്തറിന് ഖുനൂത്ത് പതിവാക്കുക എന്നുള്ളത്. അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദീത് വആഫിനാ ഫീമൻ ആഫിയത് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന പതിവാക്കുക. അത് റുക്കുവിന് മുമ്പും ചെയ്യാം ശേഷവും ചെയ്യാം എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. കൂടുതലും പണ്ഡിതന്മാർ പറയുന്നത് റുക്കുവിന് ശേഷം നമ്മൾ എത്തിദാലും സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, കൈകൾ ഉയർത്താം ഒക്കെ ചെയ്യാം. ഉയർത്താതെയും ഉയർത്തിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. 17ാമത്തെ സുന്നത്ത് എന്നുള്ളത് ബാക്കിയുള്ള മാസങ്ങളിലേതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇബാദത്തുകൾ കൊണ്ട് റമദാൻ നിറയ്ക്കുക, പരിശ്രമിക്കുക. കൂടുതൽ നമ്മുടെ എഫേർട്ട് കൂടുതൽ റമദാനിൽ കാണിക്കണം. പല ആളുകളും ഭക്ഷണം ഒഴിവാക്കുന്നുണ്ടെന്നല്ലാതെ വേറൊരു മാറ്റവും അവൻ്റെ റമദാനിൽ കാണില്ല. മുമ്പ് എങ്ങനെയാണോ ഉള്ളത്, മുമ്പ് ഫർദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഫർദ് നിസ്കരിക്കുന്നുണ്ട്. മുമ്പ് എപ്പോഴെങ്കിലും ഖുർആൻ മുസ്ഹഫ് തുറന്നു നോക്കുമെങ്കിൽ ഇപ്പോഴും അതേപോലെ എപ്പോഴെങ്കിലും മുസ്ഹഫ് തുറന്നു നോക്കുന്നുണ്ട്. കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെ ആകരുത്. നമ്മുടെ റമദാൻ എന്നുള്ളത് വേറെ തന്നെ അറിയണം. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പരമാവധി ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, മറ്റ് മാസങ്ങളിലേതിനേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ സാധിക്കണം. 18ാമത്തെ സുന്നത്ത് എന്നുള്ളത് ഈ റമദാനിലെ അവസാനത്തെ 10 ദിവസം ഈ ആദ്യത്തെ 20 ദിവസത്തിനേക്കാൾ കൂടുതൽ പരിശ്രമിക്കണം. റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ആദ്യത്തെ 20 ദിവസത്തിനേക്കാൾ ശക്തമായ പരിശ്രമം നമ്മൾ നടത്തണം. 19ാമത്തെ സുന്നത്ത് എന്നുള്ളത് ഈ അവസാനത്തെ 10 ദിവസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ 10 ദിവസങ്ങളിലെ രാത്രികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണെന്ന് വെച്ചാൽ ഈ 10 രാത്രികളും ജീവിപ്പിക്കുക. 10 രാത്രികൾ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ രാത്രി ഉറങ്ങലില്ല. ആ രാത്രി ഉറങ്ങലില്ല. ഉറങ്ങാതെ ആ രാത്രികൾ മുഴുവൻ ഇബാദത്തുകൾ കൊണ്ട് നിറയ്ക്കുക. അതാണ് രാത്രി ജീവിപ്പിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ 10 രാത്രികളും ജീവിപ്പിക്കുമായിരുന്നു. വിശ്വാസം മാത്രമല്ല, വീട്ടുകാരെ വിളിച്ചെഴുന്നേൽപ്പിക്കും. വീട്ടുകാരെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രി മുഴുവൻ ജീവിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്താണ് ഈ 10 രാത്രികളുടെ പ്രത്യേകത? ലൈലത്തുൽ ഖദർ 26 രാവിലല്ലേ? ലൈലത്തുൽ ഖദർ എന്നുള്ളത് പല ഹദീസുകളിലും പല അസറുകളിലും പല രൂപത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പല ഹദീസുകളിലും പല അസറുകളിലും പല രൂപത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെല്ലാത്തിനെയും കൂടി മൊത്തത്തിൽ വിശകലനം ചെയ്ത് പണ്ഡിതന്മാർ നമുക്ക് അറിയിച്ചു തരുന്നത് ലൈലത്തുൽ ഖദർ എന്നുള്ളത് എന്ത് ചെയ്യും, ഈ 10 രാത്രികളിൽ ഏത് ദിവസവും ആകാം. 10 രാത്രികളിൽ ഏത് ദിവസവും ആകാം. അത് ചില ദിവസങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ലൈലത്തുൽ ഖദർ എന്നുള്ളത് ഈ രാത്രിയാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു തെളിവും ഇല്ല. എല്ലാ വർഷവും 26 രാവിലെ തന്നെ അങ്ങനെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നൊരു തെളിവും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മറിച്ച് ചില ദിവസങ്ങൾക്ക് കൂടുതൽ എന്തുണ്ട്, മറ്റ് ദിവസങ്ങളെക്കാൾ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇരട്ട രാവുകളേക്കാൾ കൂടുതൽ ചാൻസ് അതിനാ ഒറ്റ രാവുകൾക്ക്. അതുപോലെ തന്നെ ആദ്യത്തെ 3 ദിവസങ്ങളേക്കാൾ കൂടുതൽ ചാൻസ് അവസാനത്തെ 7 ദിവസങ്ങൾക്ക്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ചാൻസ് കൂടിക്കൊണ്ടേയിരിക്കും. എങ്ങനെയൊക്കെ അറിയിക്കുന്ന ഹദീസുകളൊക്കെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഏത് രാത്രിയാണെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു നിർവാഹമില്ല. നമുക്ക് ലൈലത്തുൽ ഖദർ കിട്ടണം എന്ന അത്രയും വാശിയുണ്ടെങ്കിൽ, നമുക്കത് കിട്ടണം എന്നുള്ള ആ ഒരു ഉറച്ച നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചെയ്യും.
ആ അവസാനത്തെ 10 രാത്രികളും മാക്സിമം എഫേർട്ട് എടുക്കുക. ആ 10 രാത്രിയും ലൈലത്തുൽ ഖദറാണെന്നുള്ള നീ ആ ഒരു രൂപത്തിൽ തന്നെ പരിശ്രമിക്കുക, പണിയെടുക്കുക, ഇബാദത്തുകൾ കൊണ്ട് നിറയ്ക്കുക. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ എനിക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റും. കാരണം എന്താ, ആ 10 ഏതൊരു രാത്രി ലൈലത്തുൽ ഖദർ. ആ 10 രാത്രി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുള്ളൂ, ലൈലത്തുൽ ഖദർ കിട്ടിയെന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാത്ത ഒരാൾക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈലത്തുൽ ഖദറിന് കിട്ടിയെന്ന് പറയാൻ അയാളുടെ കയ്യിൽ ഇപ്പം ഉറപ്പിച്ചു പറയാൻ ഒരു തെളിവുമില്ല. അവനൊരു തെളിവ് എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പിന്നെ 20ാമത്തെ സുന്നത്ത് എന്നുള്ളത്, നമുക്ക് ഏതെങ്കിലും ഒരു രാത്രി ലൈലത്തുൽ ഖദറാണെന്ന് തോന്നിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ തോന്നിപ്പിക്കപ്പെടും, പ്രത്യേകിച്ച് ഇബാദത്തുകളിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് അള്ളാഹു എന്ത് ചെയ്യും, ഈ ഒരു രാത്രി ലൈലത്തുൽ ഖദറാണെന്നുള്ള തോന്നലിട്ട് കൊടുക്കും. ആ തോന്നലിട്ട് തന്നു എന്നുള്ളത് കൊണ്ട് നമുക്കത് ആളുകളുടെ അടുത്ത് പറഞ്ഞു നടന്നത് ലൈലത്തുൽ ഖദർ തന്നെയാണെന്ന് പറയാനൊന്നും, അതൊന്നും അങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള തെളിവുകളൊന്നുമല്ല. ചിലർക്ക് സ്വപ്നത്തിൽ കാണിപ്പിക്കപ്പെടും, ചില ആളുകൾക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെടും. അങ്ങനെ സ്വപ്നം കണ്ടു എന്നുള്ളത് കൊണ്ടോ, നമ്മുടെ മനസ്സിൽ റബ്ബ് തോന്നലിട്ട് തന്നു എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടയാളങ്ങൾ കണ്ടു എന്നുള്ളത് കൊണ്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഉറപ്പിച്ചു പറയാൻ ഒരു വഴി നമ്മുടെ മുന്നിലില്ല. നമുക്ക് സാധ്യതയുണ്ട്, കൂടുതൽ ചാൻസ് ഉണ്ട് എന്ന് മാത്രം. അങ്ങനെ തോന്നിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയാൻ കൽപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചാൽ ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങാം. പിന്നെ ഏതെങ്കിലും സമയത്ത് റബ്ബ് ഇതുപോലെ നമ്മൾക്ക് തോന്നിപ്പിക്കപ്പെടുകയോ സ്വപ്നത്തിൽ കാണിച്ചു തരികയോ അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും അടയാളങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസം എന്ത് ചെയ്യുക, ബാക്കിയുള്ള ദിവസത്തേക്കാൾ ധാരാളം ഈ ദുആ പ്രാർത്ഥന അധികരിപ്പിക്കുക. 20ാമത്തെ സുന്നത്ത്. 21ാമത്തെ സുന്നത്ത്, അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു സുന്നത്ത്. അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൊക്കെ ധാരാളം എടുത്തു പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ഗുണമാണ് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അല്ലെങ്കിൽ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. നല്ല ആളുകളെ പറ്റി പറയുമ്പോൾ അവരൊരു പ്രത്യേക ക്വാളിറ്റി ആയിട്ട് പറയുന്നത് അവർ അത്താഴ സമയങ്ങളിൽ ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾ. 21ാമത്തെ സുന്നത്ത് അതാണ്. 22ാമത്തെ സുന്നത്ത് എന്നുള്ളത്, ആരെങ്കിലും നമ്മളോട് വഴക്കിടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും തർക്കത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവായി നിൽക്കുക. ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ആ ഒരു കാര്യത്തിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. 23ാമത്തെ സുന്നത്ത്, കുട്ടികൾക്ക് 7 വയസ്സായി കഴിഞ്ഞാൽ അവരെ നോമ്പെടുത്ത് ശീലിപ്പിക്കുക. 7 വയസ്സായാൽ കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമല്ല. നോമ്പ് നിർബന്ധം എപ്പോഴാണ് കുട്ടികൾക്ക്? പ്രായപൂർത്തി എത്തുമ്പോൾ. 7 വയസ്സായാൽ പ്രായപൂർത്തി എത്തണമെന്നുണ്ടോ? ഇല്ല. പക്ഷേ നോമ്പെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രായപൂർത്തിയായ ഉടനെ തന്നെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള വിഭാഗത്തല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഏതുപോലെ നിസ്കാരം പോലെ, നിസ്കാരം നിർബന്ധമാവുന്ന എപ്പോഴാണ്? പ്രായപൂർത്തി എത്തുമ്പോഴാണ്. പക്ഷേ എല്ലാ ദിവസവും 5 നേരം നിസ്കരിച്ച് ശീലിക്കുക എന്നുള്ളത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ലാത്തതുകൊണ്ടാണ് 7 വയസ്സായ കുട്ടികളെ എന്ത് ചെയ്യണം, നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് കൽപ്പിച്ചതുകൊണ്ട്. അതേപോലെ തന്നെ നോമ്പും 7 വയസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നോമ്പെടുത്ത് ശീലിപ്പിക്കണം. ഇടയ്ക്ക് അവർക്ക് പറ്റാതെ വിട്ടുപോയാലും മുറിഞ്ഞു പോയാലൊന്നും പ്രശ്നമില്ല, കാര്യമാക്കണ്ട. പക്ഷെ പരമാവധി അവരെന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. സഹാബികൾ പറയാറുണ്ട്, ഞങ്ങളുടെ കുട്ടികൾ അവരെന്ത് ചെയ്യാറ്, ഞങ്ങളിതുപോലെ നോമ്പെടുത്ത് ശീലിപ്പിക്കുമ്പോൾ അവർക്ക് വളരെയധികം വിശക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ നോമ്പ് മുറിക്ക്, സൂര്യനസ്തമിക്കാൻ അവരെന്ത് ചെയ്യും, കളിപ്പാട്ടങ്ങൾ കൊടുക്കും. എന്നിട്ട് കളിയിലൊക്കെ മുഴുക്കിയിട്ട് എന്ത് ചെയ്യും, ആ കുട്ടികളെ എങ്ങനെയെങ്കിലും നോമ്പ് പൂർത്തീകരിപ്പിക്കാൻ അവർ പരമാവധി ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ 7 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളെ നോമ്പെടുത്ത് ശീലിപ്പിക്കുക എന്നുള്ളതാണ് 23ാമത്തെ സുന്നത്ത്.
24-ാമത്തെ സുന്നത്ത് റമദാനിൽ ഉംറ ചെയ്യുക എന്നുള്ളതാണ്. റമദാനിൽ ഉംറ ചെയ്യുക എന്നുള്ളത് അതിന് വിശ്വാസം പഠിപ്പിച്ചെന്ന് ഉംറത്തുൻ ഫി റമദാൻ തഅദിലു ഹജ്ജത്തൻ മഈ. റമദാനിൽ ഉംറ ചെയ്യുക എന്നുള്ളത് എൻ്റെ കൂടെ ഹജ്ജ് ചെയ്യുന്നതിന് പോലെ, എൻ്റെ കൂടെ ഹജ്ജ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് വിശ്വാസം പഠിപ്പിച്ചത്. വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടൊരു സുന്നത്താണ് റമദാൻ മാസത്തിൽ ഉംറ ചെയ്യുക എന്നുള്ളത്. 25-ാമത്തെ സുന്നത്ത് അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫിലായിരിക്കുക. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇബാദത്തിന് വേണ്ടി കഴിച്ചു കൂട്ടുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തെ 10 ദിവസങ്ങൾ പള്ളിയിൽ തന്നെ ആക്കാൻ ശ്രമിക്കുക, പള്ളിയിൽ തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക. അത് എന്ത് ചെയ്യാം, ചില ആളുകൾ രാത്രി മഗ്‌രിബിന് പള്ളിയിൽ വന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പോകുന്ന ആളുകളുണ്ട്. വേറെ ചിലർ ഇശായിന് വന്നിട്ട് സുബ്ഹിക്ക് പോകുന്ന ആളുകളുണ്ട്. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും പൂർണ്ണമായ രൂപം എന്തെന്ന് വെച്ചാൽ ഇഅ്തികാഫിൻ്റെ 20-ാമത്തെ ദിവസം അവസാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 21-ൻ്റെ സുബ്ഹിൻ്റെ സമയത്ത് പള്ളിയിലേക്ക് കയറി പെരുന്നാളിന് പുറത്തേക്ക് ഇറങ്ങാനാണ് ഏറ്റവും പൂർണ്ണമായ ഇഅ്തികാഫ്. ഏറ്റവും പൂർണ്ണമായ ഇഅ്തികാഫ് അങ്ങനെയാണ്. 21-ൻ്റെ സുബ്ഹിക്ക് പള്ളിയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് പെരുന്നാളിൻ്റെ അന്നാണ്. അതാണ് ഏറ്റവും പൂർണ്ണമായ ഇഅ്തികാഫിൻ്റെ രൂപം. പരമാവധി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. മറ്റെന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ പോകാം, അതൊന്നുമല്ല പ്രശ്നം. പക്ഷേ നമ്മൾ കഴിയുന്നതിൻ്റെ മാക്സിമം ആ 10 ദിവസങ്ങൾ ഇഅ്തികാഫിലായിരിക്കാൻ ശ്രദ്ധിക്കുക. 26-ാമത്തെ സുന്നത്ത് സ്വതക്കകൾ ധാരാളം വർദ്ധിപ്പിക്കുക. സ്വതക്ക നൽകുന്നത് വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു? അദ്ദേഹം സാധാരണഗതിയിൽ തന്നെ ധാരാളം സ്വതക്ക നൽകുന്ന ഒരു വ്യക്തിയാണ്, അങ്ങേയറ്റം സ്വതക്ക നൽകുന്ന ആളാണ്. പക്ഷെ റമദാനിൽ എന്ത് ചെയ്യും? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഉദാരവാനായിരിക്കും ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ. അടിച്ചു വീശുന്ന കാറ്റെന്ന് പറഞ്ഞാൽ അറബികളൊരു ഉദാഹരണം പറയുന്ന, എല്ലാ നാട്ടിലേക്കും എല്ലാ ആളുകളിലേക്കും അയാളുടെ ഉപകാരം എത്തും എന്നറിയിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ത്? അടിച്ചു വീശുന്ന കാറ്റ്. എന്നുവെച്ചാൽ കൂട്ടുകാര്, കുടുംബക്കാര്, നാട്ടുകാര്, അയൽക്കാരെന്ന് പറയുന്ന പോലെ എല്ലാവരിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക എത്തിയിട്ടുണ്ടാവും റമദാൻ മാസത്തിൽ. അങ്ങനെ അധികം ധാരാളം സ്വതക്കകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. പിന്നെ അതിനുശേഷം നോമ്പ് സമയത്ത് അനുവദിക്കപ്പെട്ട കാര്യം, അതെന്തിനാ പറയുന്നത് വെച്ചാൽ പല ആളുകളും ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പലതും നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളതുകൊണ്ടാണ്. പക്ഷെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളല്ലത്. പക്ഷെ പലരും ഇത് വിചാരിച്ചിട്ടുള്ള നോമ്പ് മുറിക്കും, ഈ കാര്യങ്ങൾ ചെയ്താൽ നോമ്പ് മുറിഞ്ഞു പോകും എന്ന് കരുതുന്ന ധാരാളം വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്നാമത്തത് എന്ത് ചെയ്യുക? ഭാര്യയെ ചുംബിക്കുക. രണ്ടാമത്തത് ഭാര്യയെ സ്പർശിക്കുക. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഒരു ഹറാമിലേക്ക് വീണു പോവില്ല, ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് പെട്ടുപോവുകയില്ല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് മാത്രമേ പാടുള്ളൂ. അല്ലാത്തവരെന്ത് ചെയ്യണം? വിട്ടു നിൽക്കൽ വാജിബുകൾ നമ്മൾ പറഞ്ഞതാണ്. മൂന്നാമത്തെ കാര്യം അനുവദിക്കപ്പെട്ടത് സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ജനാബത്തുകാരനായിട്ട് എഴുന്നേൽക്കാണ്. സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സ്വപ്നസ്ഖലനത്തിലോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് സുബഹിക്ക് ഒരാൾ എഴുന്നേൽക്കുകയാണ്. ബാങ്ക് കൊടുക്കുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. ആ എഴുന്നേൽക്കുന്ന സമയത്ത് ജനാബത്തുകാരനാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? പ്രശ്നമില്ല, നോമ്പെടുക്കാം. അങ്ങനെയാണെങ്കിൽ നോമ്പെടുക്കാം, പ്രശ്നമുള്ള കാര്യമില്ല. നാലാമത്തത് ശരീരം തണുപ്പിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ചൂട് കാലങ്ങളിൽ, ചൂടുള്ള കാലാവസ്ഥകളോ ചൂടുള്ള നാടുകളൊക്കെ ആണെങ്കിൽ ശരീരം തണുപ്പിക്കാൻ വേണ്ടി കുളിക്കുക എന്നുള്ളത് അവിടുത്തെ പതിവായിരിക്കും. അങ്ങനെ കുളിക്കുക എന്നുള്ളത് എന്തില്ല, നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യമല്ല. നോമ്പ് കാലത്ത് പറ്റും. അതേപോലെ തന്നെ ഷാമ്പു ഉപയോഗിക്കുക, സോപ്പ് ഉപയോഗിക്കുക, ഇതൊക്കെ പാടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ പല്ല് തേക്കാനുള്ള പേസ്റ്റ് അത് ശ്രദ്ധിക്കണം. ഉപയോഗിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം.
അതേപോലെ തന്നെ മൂക്കിലേക്കും വായിലേക്കും വെള്ളം കയറ്റി ചീറ്റുക. അന്ന് നേരത്തെ പറഞ്ഞു, വുളുവിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അത് സുന്നത്ത് എന്താന്ന് വെച്ചാൽ പരമാവധി ഉള്ളിലേക്ക് കയറ്റുക എന്നുള്ളതാണ്, മൂക്കിലേക്കാണെങ്കിലും വായിലാണെങ്കിലും. പക്ഷെ നോമ്പ് കാരണം എന്തില്ല, അത് സുന്നത്തല്ല. നോമ്പ് കാരണം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മൂക്കിലേക്ക് കയറ്റുക, കുറച്ചൊന്ന് വായിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതെന്തല്ല, നോമ്പിന് മുറിച്ച് കളയുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് എന്ത്, സുഗന്ധം പുരട്ടുക എന്നുള്ളത്. പക്ഷെ മണമൊക്കെ മണത്ത് കഴിഞ്ഞാൽ എന്തോ നോമ്പ് മുറിയുന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കാം. ശ്രദ്ധിക്കണം, ഈ മണത്തിൻ്റെ വിഷയം പറയുമ്പോൾ ഈ അറബികൾക്കിടയിൽ ഈ ഒരു പുകയ്ക്കും, ഈ അത്തർ ഇട്ടിട്ട് അതിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട്, തൊലിയും ഇതൊക്കെ ഇട്ട്, മരത്തിൻ്റെ കമ്പൊക്കെ ഇട്ടിട്ട് പുകയ്ക്കാറുണ്ട്. ആ പുക ശ്വസിക്കരുത്. ആ പുക നോമ്പ് കാലത്ത് എന്ത് ചെയ്യരുത്, നമ്മൾ ശ്വസിക്കരുത്. അത് പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് ഉള്ളതുകൊണ്ട് നമ്മളത് വിട്ടു നിൽക്കുകയാണ് ഏറ്റവും ഉത്തമം. അതല്ലാതെ സാധാരണഗതിയിൽ നമ്മൾ തേക്കുന്ന പെർഫ്യൂമുകളോ അത്തറുകളോ അതൊന്നും എന്ത് ചെയ്യുന്നതല്ല, നോമ്പിന് മുറിച്ച് കളയുന്ന കാര്യമല്ല. അതേപോലെ തന്നെ എണ്ണ തേക്കുക, തലയിലോ താടിയിലോ മറ്റുമൊക്കെ എണ്ണ തേക്കുക എന്നുള്ളത്. അതുപോലെ ഹന്ന, മൈലാഞ്ചി ഇടുക. അതേപോലെ തന്നെ ശരീരത്തിൽ നനഞ്ഞ വസ്ത്രം ഇടുക. നനഞ്ഞ വസ്ത്രം ശരീരത്തിലേക്ക് ഇടുക എന്നുള്ളത് നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമല്ല. അതേപോലെ തന്നെ ചെവി വൃത്തിയാക്കുന്ന സാധനം, എന്തെങ്കിലും ലിക്വിഡുകളൊക്കെ ചെവിയിലേക്ക് ഇടുക എന്നുള്ളത് നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമല്ല. അതേപോലെ തന്നെ തുപ്പലിറക്കുക, ഉമിനീരിറക്കുക, പല ആളുകളും വിചാരിച്ചിട്ടുള്ള നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്തല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തല്ല ചില ആളുകൾ ചെയ്യുന്ന പോലെ ഉമിനീരിങ്ങനെ കൂട്ടി വെച്ച് ഒറ്റരിറക്കുക, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ നാവിൽ ഉമിനീരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പ്രൊഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ സാധാരണഗതിയിൽ ഇറക്കുന്നത് എന്തല്ല, നോമ്പിന് മുറിക്കുന്ന കാര്യമല്ല. അതേപോലെ തന്നെ ഭക്ഷണം രുചി നോക്കുക എന്നുള്ളത്, അത് ശ്രദ്ധിക്കണം. രുചി നോക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ രുചി നോക്കുന്നത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകരുത്. അങ്ങനെ അല്ലാതെ രുചി നോക്കുകയാണെങ്കിൽ അതും എന്തല്ല, നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യമല്ല. അതേപോലെ തന്നെ ഈ വായയുടെ ദുർഗന്ധം മാറ്റുന്ന ഒരു സ്പ്രേ ഒക്കെ ഉണ്ട്. വായുനാറ്റം പോലത്തെ ഒക്കെ പ്രയാസമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതെന്തല്ല, നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യമല്ല. അതേപോലെ തന്നെ ഈ ഓക്സിജൻ, ചിലർക്ക് ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, ഓക്സിജൻ എന്ത് ചെയ്യും, വലിക്കുന്ന ആളുകളുണ്ട്, ഇൻഹെയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അതെന്തല്ല, അത് നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യമല്ല. അതുപോലെ തന്നെ പല്ല് പെറുക്കുക, അതുപോലെ തന്നെ പല്ല് എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ നീക്കം ചെയ്യുക, ഇതൊന്നും എന്തല്ല, നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യമല്ല. അതേപോലെ മുറി മരുന്ന് തേക്കുക, അങ്ങനത്തേക്കുള്ള കാര്യങ്ങൾ, ഇതൊന്നും എന്തല്ല, നോമ്പിനെ മുറിച്ച് കളയുകയില്ല. അതേപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുക്കുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുക്കുന്നത് എന്തല്ല, നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യമല്ല. പക്ഷെ എങ്കിലും രാത്രിയിലേക്ക് നീട്ടിവെക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ പലപ്പോഴും സാധിക്കാറില്ല, പല ബ്ലഡ് ടെസ്റ്റുകൾ രാവിലെയാണ് ഉണ്ടാകും. അതേപോലെ തന്നെ ഈ നമുക്ക് ശരീരത്തിലേക്ക് പോഷണം നൽകാത്ത ഇഞ്ചക്ഷനുകൾ ഉണ്ടാവും. ചില ഇഞ്ചക്ഷനുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെയൊക്കെ ഇഞ്ചക്ഷൻ ശരീരത്തിന് എനർജിക്ക് വേണ്ടി എനർജി തരുന്ന ഇഞ്ചക്ഷനുകളാണ്. അതല്ലാത്ത ഇഞ്ചക്ഷൻ, ഇപ്പോൾ വാക്സിന് ഒരാൾ നോമ്പ് സമയത്ത് വാക്സിൻ എടുത്താൽ നോമ്പ് മുറിയില്ല. നോമ്പ് സമയത്ത് വാക്സിൻ എടുത്താൽ നോമ്പ് മുറിയുക. എന്നാൽ ശരീരത്തിന് പോഷണം നൽകുന്ന, എനർജി നൽകുന്ന അങ്ങനത്തെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, നോമ്പ് മുറിച്ച് കളയും. അതുപോലെ തന്നെ മീശ വെട്ടുക, കക്ഷത്തിൽ രോമം പറിക്കുക, പ്രൈവറ്റ് പാർട്ടുകൾ വടിച്ച് കളയുക, നഖം വെട്ടുക, മുടി ചീവുക, ഇതൊന്നും എന്തല്ല, നോമ്പിന് മുറിച്ച് കളയുന്ന കാര്യങ്ങളല്ല. അതേപോലെ തന്നെ ഈ ഷുഗറുള്ള രോഗികൾ ഇൻസുലിൻ ഉപയോഗിക്കുക, അതെന്തല്ല, നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യമല്ല.
അതേപോലെ തന്നെ ഈ എന്താ പറയുക, തണുപ്പുള്ള സിയിലിരിക്കുക, അതുപോലെ ജോലി ചെയ്യുക, യാത്ര ചെയ്യുക, ഇതൊന്നും നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളല്ല. ഇതിങ്ങനെ പ്രത്യേകം വിശദീകരിച്ചെടുത്തു പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങളിൽ ധാരാളം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ പറയുന്ന വിഷയം നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യം, മുബത്തിനാത്ത് സിയാം, നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളാണ്. നോമ്പിനെ മുറിച്ച് കളയുന്നത് ഒന്നാമത്തത് ജിമാ, ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. രണ്ടാമത്തത് മനീയെ പുറത്തേക്ക്, അത് മനഃപൂർവ്വം വരിക, നമ്മൾ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം സംഭവിക്കുക, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് പ്രശ്നമല്ല, നോമ്പിനെ മുറിച്ച് കളയുകയില്ല. പക്ഷെ മനഃപൂർവ്വം അത് പുറത്തേക്ക് വരിക എന്നുള്ളത്, വരുത്തുക എന്നുള്ളത് നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യമാണ്. സാന്ദർഭിക സൂചിപ്പിക്കട്ടെ, നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ വളരെ വ്യാപകമായിട്ടുള്ളൊരു മോശം കാര്യമാണ് എന്ത്, ഈ സ്വയംഭോഗം എന്ന് പറയുന്നത്, മാസ്റ്റർബേഷൻ എന്നൊക്കെ പറയും. അത് പണ്ഡിതന്മാർ വളരെ മോശപ്പെട്ട കാര്യമായി പഠിപ്പിച്ചെന്ന കാര്യമാണ്. അത് നോമ്പ് സമയത്ത് ചെയ്താൽ നോമ്പ് മുറിച്ച് കളയും എന്നുള്ളതല്ലാതെ അതിന് നമ്മുടെ നെഫ്സിനെയും ശരീരത്തിനെയൊക്കെ ദോഷകരമായി ബാധിക്കുന്ന ഒരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട്. അത് ഒരിക്കലും അനുവദിക്കപ്പെട്ട അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് ആലോചിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സാമ്പത്തികമായിട്ടും മറ്റെല്ലാ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന സ്വഹാബത്തിൽ പലരും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് നടന്നിരുന്ന ചെറുപ്പക്കാർ ധാരാളം ഉണ്ടായിരുന്നു. അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ അവർക്ക് വളരെയധികം ഈ ഒരു സ്ത്രീകളുടെ ഫിത്തന പ്രയാസമുണ്ടാക്കിയപ്പോൾ അവരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു അവയവം കട്ട് ചെയ്ത് കളയട്ടെ എന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം ചിന്തകൾ കടന്നു വരാതിരിക്കാൻ. പക്ഷെ അപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനൊരു കാര്യത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, സൂചന നൽകിയിട്ട് പോലുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും വിട്ടു നിൽക്കുക, നോമ്പ് സമയത്താണെങ്കിലും അല്ലാത്ത സന്ദർഭത്തിലാണ്. മൂന്നാമത്തെ കാര്യം നോമ്പ് മുറിച്ച് കളയുന്നത്, മൂന്നാമത്തെയും നാലാമത്തെയും എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുക എന്നുള്ളത് മനഃപൂർവ്വം, അറിഞ്ഞുകൊണ്ട്, ഓർമ്മയോടുകൂടെ. അഞ്ചാമത്തത് നമ്മൾ എന്ത് ചെയ്യാം, മരുന്ന് കഴിക്കുക വായിലൂടെ, നോമ്പാണെന്ന് ഓർമ്മയുണ്ടായിട്ടും വായിലൂടെ മരുന്ന് കഴിക്കുക എന്നുള്ളത്. ആറാമത്തത് ശ്രദ്ധിക്കണം, മൂക്കിലൂടെ ഒറ്റിക്കുന്ന മരുന്നുകൾ, മൂക്കിലൂടെ ഒറ്റിക്കുന്ന, അതേസമയം എന്ത് ചെയ്യാം, കണ്ണിലും ചെവിയിൽ ഒറ്റിക്കാം. എന്താ മൂക്കും കണ്ണും എന്താ വ്യത്യാസം? എന്താ, മൂക്കും വായും തമ്മിൽ എന്തുണ്ട്, കണക്ഷൻ ഉണ്ട്. മൂക്കിലൂടെ ഒറ്റിക്കുന്നത് എവിടേക്ക് എത്തുക, വായിലേക്ക് എത്തുക. അതുകൊണ്ടാണ് വായ കൊപ്പിളിക്കുന്നതും മൂക്കിലേക്ക് വെള്ളം കയറ്റി ചെയ്യിക്കുന്നതും ചെറിയ രൂപത്തിലായിരിക്കണം എന്ന് നോമ്പുകാരനോട് പറയാനുള്ള കാരണം അതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ കഫക്കെട്ടും മറ്റു രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾ, ആ കഫം എന്ത് ചെയ്യാറുണ്ട്, ചില സമയത്ത് അങ്ങനെ ഇറങ്ങി നമുക്ക് അത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കാതെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും. അത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ അത് നമ്മുടെ വായിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെയും അത് ഇറക്കുക എന്നുള്ളത് എന്ത് ചെയ്യും, അത് നോമ്പിനെ മുറിച്ച് കളയും. നോമ്പിനെ മുറിച്ച് കളയുന്ന വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, തുപ്പിക്കളയണം. ആ നിസ്കാരത്തിൽ പോലും തുപ്പിക്കളയണം എന്ന് ഹദീസുകൾ കാണാം. നിസ്കരിക്കുകയാണെങ്കിൽ പോലും തുപ്പിക്കളയാൻ നബി കൽപ്പിച്ചത് കാണാൻ സാധിക്കും. എട്ടാമത്തെ കാര്യം എന്നുള്ളത് മനഃപൂർവ്വം ഛർദ്ദിക്കുക, അറിയാതെ ഛർദ്ദിച്ചു പോകുന്നല്ല, മനഃപൂർവ്വം എന്ത് ചെയ്യാം, ഛർദ്ദിക്കുക എന്നുള്ളത്. ഒമ്പതാമത്തത് ഈ എന്താ പറയുക, സിഗരറ്റ്, ബീഡി, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ, അത് ഉപയോഗിക്കുക എന്നുള്ളത്, പുകവലി. പത്താമത്തത് ഈ
നമ്മൾ നേരത്തെ പറഞ്ഞ ബുഖൂർ എന്നാ പറയാം, ഒരു പുക, മണം വരുത്തുന്ന അതിൻ്റെ മണമുള്ള ആ ഒരു തൊലിയും കമ്പൊക്കെ ഇട്ടിട്ട് കത്തിച്ച് മണം വരുത്തുന്ന ആ ഒരു സുഗന്ധം, അത് മൂക്കിലേക്ക് വലിച്ചു കയറ്റുക എന്നുള്ളത്, അത് ഖിലാഫുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരെടുക്കൽ അത് നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമാണ്. പിന്നെ 11, 12 എന്നുള്ളത് ഹൈദും നിഫാസും. അത് വന്നു കഴിഞ്ഞാൽ എന്തായി? നോമ്പ് ബാത്തിലാവും. 13ാമത്തെ കാര്യം ഹിജാമ ചെയ്യുക എന്നുള്ളത്. ഹിജാമ ചെയ്താൽ എന്താവും? നോമ്പ് മുറിയും. പിന്നെ അതേപോലെ തന്നെ വേറൊരു ചികിത്സയുണ്ട്, ഫസ്ദ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ നാട്ടിൽ നിന്നില്ല, വളരെ അപൂർവം മാത്രമായിട്ടുള്ളൂ. അതൊരു വലിയൊരു കെട്ടിട്ടിട്ട് ഒരു നിരമ്പ് മാത്രം കട്ട് ചെയ്തിട്ടുള്ളൊരു പ്രത്യേക ചികിത്സയാണ്. പണ്ട് കാലങ്ങളിൽ വ്യാപകമായിട്ടുണ്ടായിരുന്ന ചികിത്സയാണ്. 15ാമത്തെ കാര്യം എന്നുള്ളത് ഒരുപാട് രക്തം എന്ത് ചെയ്യുക, എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് രക്തം, ഇപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപാട് രക്തം ശരീരത്തിന് എടുക്കുമ്പോൾ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ കുറച്ച് മില്ലി എടുക്കുന്ന പോലെയല്ല, ധാരാളം പുറത്തേക്ക് എടുക്കപ്പെടും. അതേപോലെ തന്നെ 16ാമത്തെ കാര്യമാണ് എന്ത്? നമ്മൾ ഈ വൃക്ക കേട് വന്ന ആളുകൾ ഡയാലിസിസ് ചെയ്യാറുണ്ട്. അതും എന്താവും? നോമ്പ് മുറിച്ച് കളയുന്ന കാര്യം. അതേപോലെ തന്നെ ബ്ലഡ് സ്വീകരിക്കുക എന്നുള്ളത്, ഡൊണേറ്റ് ചെയ്യുന്നതും പോലെ തന്നെ ബ്ലഡ് എന്ത് ചെയ്യുക, സ്വീകരിക്കുക എന്നുള്ളത്. പതിനെട്ടാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു, ശരീരത്തിന് പോഷണം നൽകുന്ന സിറിഞ്ചുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. ശരീരത്തിന് പോഷണം നൽകുന്ന സിറിഞ്ചുകൾ, ഗ്ലൂക്കോസ് പോലത്തെ ശരീരത്തിന് ഉന്മേഷം നൽകുന്ന, പോഷണം നൽകുന്ന സിറിഞ്ചുകൾ ഉപയോഗിക്കുക. 19ാമത്തെ നേരത്തെ പറഞ്ഞിരുന്നു, റമദാൻ നോമ്പാണെങ്കിൽ രാത്രി നിയ്യത്ത് വെക്കാതിരിക്കുക എന്നുള്ളത്. രാത്രി നിയ്യത്ത് വെക്കാതിരിക്കുക എന്നുള്ളത്. 20ാമത്തത് നോമ്പ് മുറിച്ച് കളയുകയാണ് എന്ന് നിയ്യത്ത് വെക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നോമ്പ് മുറിച്ച് കളയുകയാണെന്നുള്ള നിയ്യത്ത് വെക്കുക എന്നുള്ളത്. 21 ബുദ്ധി നീങ്ങിപ്പോവുക. അത് ഭ്രാന്ത് സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ ലഹരി ബാധിച്ചിട്ടോ. 22ാമത്തത് മുർത്തദ്ദായി പോവുക, എന്ന് വെച്ചാൽ മുസ്ലിം അല്ലാതെ ആവുക എന്നുള്ളതാണ്. 23 നിസ്കരിക്കാത്ത ഒരാൾ, അയാളുടെ നോമ്പെന്ത് ചെയ്യും? ബാത്തിലാവും. അയാളുടെ നോമ്പെന്തിയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. നിസ്കരിക്കാത്ത ഒരാളുടെ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല. അല്ലേ? പല ആളുകളും റമദാൻ നോമ്പിൽ വളരെയധികം ശ്രദ്ധ കാണിക്കുന്ന ആളുകൾ 5 നേരത്തെ നിസ്കരിക്കാത്ത ആളുകളായിരിക്കും. അവരുടെ നോമ്പ് എന്ത് ചെയ്യില്ല, സ്വീകരിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ 24ാമത്തെ കാര്യമാണെന്ത്? ഒരാൾ നോമ്പെടുക്കുന്നില്ല റമദാനിൽ, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല, ആ നോമ്പ് വാജിബാണെന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറേ മുസ്ലിമീങ്ങളുണ്ട്. അവർ എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്, കുറേ കാലത്തെ ഞങ്ങളുടെ ഒരു സംസ്കാരമാണ്, ഞങ്ങളുടെ ശീലമാണ്, എത്രയോ തലമുറകളായി കൈമാറി വരുന്ന ഒരു പാരമ്പര്യമാണ്. അതുമാത്രമല്ല, ഇതിന് ശാരീരികമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കൊളസ്ട്രോൾ കുറയും, അത് കുറയും, ഇത് ശരിയാവും, അങ്ങനെ ശരിയാവും. എന്നുവെച്ചാൽ ഇത് നിർബന്ധമാണ് എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടല്ല നോമ്പെടുക്കുന്നത്. അവരുടെ നോമ്പും ബാത്തിലാണ്. 25 നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നോമ്പിനെ മനസ്സിൽ വെറുത്തുകൊണ്ട് നോമ്പെടുക്കുക എന്നുള്ളത്. മനസ്സിൽ അതിനോട് വെറുപ്പ് വെച്ച് പുലർത്തിക്കൊണ്ട് നോമ്പെടുക്കുക എന്നുള്ളത്. 26 ജനങ്ങൾക്ക് വേണ്ടി നോമ്പെടുക്കുക എന്നുള്ളത്.
ആളുകൾ എന്ത് പറയും, ആളുകൾ എന്ത് വിചാരിക്കും. അതേപോലെ തന്നെയാണ് നിഫാഖുള്ള ആളുകൾ, ഷിർക്കുള്ള ആളുകൾ. അതൊന്നും പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യങ്ങളല്ല, നേരത്തെ പറഞ്ഞിരുന്നു. ഇസ്ലാം ശരിയല്ലാത്ത ഒരാളുടെ ഏത് പ്രവർത്തനവും സ്വീകരിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ, ഒരുപാട് തരത്തിലുള്ള കഞ്ചാവ് പോലത്തെ ധാരാളം ലഹരി പദാർത്ഥങ്ങൾ നാട്ടിൽ വ്യാപകമാണ്. അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ നോമ്പ് എന്താവുകയില്ല, ശരിയാവുകയില്ല. അതുപോലെ ധാരാളം വിഷയങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെ അവസാനം ഒരു കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് റമദാൻ മാസത്തിൻ്റെ മാത്രം ചില പ്രത്യേകതകളുണ്ട്. റമദാൻ മാസത്തിൻ്റെ മാത്രം ചില പ്രത്യേകതകളുണ്ട്. പക്ഷേ ഈ പ്രത്യേകതകൾ മറ്റ് മാസങ്ങൾക്കില്ല. ഈ പ്രത്യേകതകൾ മറ്റ് മാസങ്ങൾക്കില്ല. അത് കൂടി എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്നുള്ളത് നമുക്കറിയാം, റമദാൻ മാസത്തിൽ നോമ്പെടുക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ 5 അർക്കാനുകളിലെ ഒരു അർക്കാനാണ്. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒരു സ്തംഭമാണ്. എന്ന് മാത്രമല്ല, ഈ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഈ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഈ റമദാൻ മാസത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള മാസങ്ങളിലൊന്നും ഖുർആൻ അവതരിച്ചിട്ടില്ലേ? എന്താണ് പറയുന്നതിൻ്റെ അർത്ഥം? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ എന്നുള്ളത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അതിനർത്ഥം ബാക്കി ഒരു മാസത്തിൽ എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി കിട്ടിയത് മൊത്തം റമദാനിലായിരുന്നു. ബാക്കി മാസങ്ങളിലൊന്നും ഖുർആൻ അവതരിച്ചിട്ടില്ലേ? ഇല്ലേ? ഉണ്ടോ? അപ്പോൾ എന്തുകൊണ്ട് റമദാൻ മാസത്തിൽ മാത്രം ഖുർആൻ അവതരിച്ചു എന്ന് പറയുന്ന കാരണം എന്താണ്? അത് പണ്ഡിതന്മാർ പറയുന്ന ഒരർത്ഥം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് റമദാൻ മാസത്തിലാണെന്നുള്ള അർത്ഥത്തിലാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്തു, ഖുർആനെ മൊത്തത്തിൽ മുഴുവനായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നാം ആകാശത്തേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് ആദ്യം. പിന്നെ അവിടെ നിന്ന് പിന്നീട് എന്ത് ചെയ്യാണ്, 23 വർഷങ്ങൾക്ക് ഇടയിലായിട്ട് പല കാലഘട്ടങ്ങളിൽ പല സൂറത്തുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കപ്പെടുന്നത്. എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തപ്പെടുന്നത് 23 വർഷങ്ങൾക്ക് ഇടയിലായിട്ട്. അതിൻ്റെ ഇടയിൽ അതിന് എല്ലാത്തിനും മുമ്പായിക്കൊണ്ട് ഒരു വർഷം തന്നെ അത് മുഴുവനും എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നാം ആകാശത്തേക്ക് അത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മാസം എന്നുള്ളത് റമദാൻ മാസമാണ്. അതേപോലെ തന്നെ റമദാൻ മാസത്തിൽ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ എന്നുള്ള ദിവസമുണ്ട്. അതേപോലെ തന്നെ തറാവീഹ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് പള്ളിയിൽ, അത് റമദാൻ മാസത്തിൽ മാത്രം പ്രത്യേകതയാണ്. അതേപോലെ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെടും. അതേപോലെ തന്നെ എല്ലാ രാത്രിയും എന്ത് ചെയ്യുന്നുണ്ട്, റമദാനിലെ ഓരോ രാത്രിയിലും ഒരുപാട് ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നുണ്ട്. റമദാനിലെ ഓരോ രാത്രികളിലും ഒരുപാട് ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ റമദാൻ ഇല്ലായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെ, ഈ രൂപത്തിൽ ജീവിച്ച് മുന്നോട്ട് പോയാൽ നരകത്തിലേക്ക് എത്തുമായിരുന്ന ആളുകൾ ഈ റമദാൻ വന്നതോടുകൂടെ അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന്
അവർ നരകത്തിൽ നിന്ന് പെടുന്നൊരവസ്ഥയിലേക്ക് അവരായിത്തീർന്നു. അതേപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്ത്? ശൈത്താന്മാർ, അതിലേറ്റവും പ്രധാനപ്പെട്ട അങ്ങേയറ്റം തോന്നിയാസികളായിട്ടുള്ള ആളുകൾ, അവരൊക്കെ എന്ത് ചെയ്യും? ചങ്ങലക്കിടപ്പെടും. അത് റമദാനിൽ മാത്രമുള്ള പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് റമദാനിൽ മറ്റു മാസങ്ങളിലൊന്നും ചെയ്യാൻ പറ്റാത്ത ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് മാസങ്ങളിൽ നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റാത്ത അത്രയും തിന്മകൾ നമുക്ക് റമദാൻ മാസത്തിൽ വിട്ടു നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. റമദാൻ മാസത്തിൽ ഈ ശൈത്താന്മാർ ചങ്ങലക്കിടപ്പെടും. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മൾ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്ന പോലെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ എളുപ്പങ്ങളും നൽകിയിട്ടുണ്ട്. റമദാൻ മാസത്തിൽ ശൈത്താന്മാർ ചങ്ങലക്കിടപ്പെട്ടു. പിന്നെയുള്ള നമ്മുടെ ശത്രു എന്നുള്ളത് നമ്മൾ തെറ്റിലേക്ക് എത്തിക്കുക നമ്മുടെ നെഫ്സാണ്, നമ്മുടെ സ്വന്തം നെഫ്സ്. ആ നെഫ്സാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, അതിൻ്റെ ആഗ്രഹങ്ങളൊന്നും അതിന് കൊടുക്കാതെ അതിനെ അടക്കി നിർത്തിയിരിക്കും. അപ്പം ഇത് രണ്ടും കെട്ടിയിടപ്പെട്ട അവസ്ഥ, നെഫ്സാണെങ്കിലും ഷെയ്ത്താനാണെങ്കിലും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം, നല്ലൊരു പ്രവർത്തനം ശീലിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കൊണ്ടുവരാൻ എളുപ്പമാണ്, ഒരു ശീലമാക്കിയെടുക്കാൻ. പിന്നെ നമുക്ക് റമദാൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, ഒരു ശീലം ഉണ്ടാക്കണ്ട പുതിയത്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ശീലം തുടർന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി. ഒരു ശീലം ക്രിയേറ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. അത് ക്രിയേറ്റായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആളുകൾക്ക് അറിയുന്നില്ല, ഈ റമദാനിൻ്റെ വില അറിയുന്നില്ല. പലരും റമദാനിൽ ഫുള്ള് എല്ലാ ദിവസവും രാത്രി നിസ്കരിക്കുന്ന ആളുകൾ പെരുന്നാൾ ഷവ്വാൽ ഒന്ന് എത്തിയതോടുകൂടി പിന്നെ രാത്രി നിസ്കാരമില്ല. അവന് പിന്നീടുള്ള ദിവസങ്ങളിൽ രാത്രി നിസ്കരിക്കാന്നുള്ളത് വളരെ സിമ്പിളാണ്. കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ശീലമായി ഇത് മാറിയിട്ടുണ്ട്. പക്ഷേ ആ ആളുകൾ ആ ശീലത്തെ എന്ത് ചെയ്യണം? ആ ഒരു കിട്ടിയ വലിയൊരു ഹൈറിനെ നഷ്ടപ്പെടുത്തിക്കളെ. അപ്പം അങ്ങനെ ധാരാളം ശ്രേഷ്ഠതകൾ റമദാൻ മാസത്തിലുണ്ട്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല, സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മുടെ ഇബാദത്തുകളൊക്കെ അധികരിപ്പിക്കാനും, അങ്ങനെ നല്ല നല്ല ശീലങ്ങൾ, തിന്മകൾ ഒഴിവാക്കുന്നതിലാണെങ്കിലും നന്മകൾ അധികരിപ്പിക്കുന്നതിലാണെങ്കിലും നമുക്ക് ആ ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണെന്ത്? റമദാൻ മാസങ്ങൾ. അപ്പോൾ നമ്മൾ ആ സമയത്ത് നല്ല ശീലം ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം ഏറ്റവും എളുപ്പമുണ്ട്, ഷെയ്ത്താനില്ല, നമ്മുടെ നെഫ്സില്ല, അതുമാത്രമല്ല റബ്ബിൻ്റെ സഹായം ധാരാളമുണ്ട്. നന്മ ചെയ്യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നോട്ട് വാ. യാ ബാഗിയ ശർരി അദ്ബിർ, തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനെ നീ പുറകോട്ട് പോ എന്ന് വിളിച്ചു പറയുന്നവന് വിളിച്ചു പറയും. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം തിന്മകൾ ഒഴിവാക്കാനും നന്മകൾ ചെയ്യാനും ധാരാളം ഉണ്ടാവും. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനൊരു സാഹചര്യം കിട്ടിയത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നല്ല ശീലങ്ങൾ, തിന്മകൾ ഒഴിവാക്കാൻ നമുക്ക് അത്രയും കാലം ജീവിതത്തിൽ വർഷങ്ങളായി ചെയ്തു വരുന്ന തിന്മകൾ റമദാൻ സ്റ്റോപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. വർഷങ്ങളായി നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന ഇബാദത്തുകൾ റമദാനിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ചെയ്ത് എന്ത് ചെയ്യുക? നല്ല ശീലങ്ങൾ ഉണ്ടാക്കി വെക്കുക. റമദാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിങ്ങനെ എന്താ പറഞ്ഞ, ഈ അന്തിയോളം വെള്ളം കോരി അന്തിയാകുമ്പോൾ കലമുടച്ചു എന്ന് പറയാറുണ്ട് മലയാളത്തിൽ. വലാ തകൂനു കല്ലത്തി നഖലത്ത് ഗസ്ല മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഒരു സ്ത്രീ എന്ത് ചെയ്യണം? ഈ കയറിങ്ങനെ, ചകിരി ഇങ്ങനെ പിരിച്ചു പിരിച്ചിട്ട് കയറുണ്ടാക്കുക. അതിങ്ങനെ പിരിച്ച് നല്ല ശക്തിയുള്ള കയറായി തീർന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ശക്തിയായപ്പോൾ ഈ പെണ്ണതിനെ തിരിച്ചിട്ട് വീണ്ടും റിവേഴ്സ് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. ഇങ്ങോട്ട് തിരിച്ചാൽ എന്തായി തീരും? പഴയതുപോലെ ചകിരിയായിത്തീരും, കാറ്റത്ത് പറക്കുന്ന തീരെ ബലമില്ലാത്ത രൂപത്തിലേക്ക് അതായിത്തീരും. അതുപോലെ നിങ്ങളാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിച്ചു തന്നിട്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് റമദാൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ശീലങ്ങൾ അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? പാഴാക്കി കളയരുത്. ധാരാളം സ്വതക്ക ചെയ്യാൻ ശീലിച്ചിട്ടുണ്ടാവും, ആരെങ്കിലും തർക്കിക്കാൻ വരുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ ശീലിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ
എന്തും അത് കണ്ട അത് കഴിക്കണം, അത് കുടിക്കണം, അങ്ങോട്ട് പോകണം. ഈ ആഗ്രഹങ്ങളൊക്കെ പിടിച്ച് കൺട്രോൾ ചെയ്യാൻ ശീലിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ ശീലിച്ചിട്ടുണ്ടാവും, ദിക്റുകൾ ധാരാളം ചൊല്ലി ശീലിച്ചിട്ടുണ്ടാവും, രാത്രി നേരത്തെ എഴുന്നേറ്റ് ശീലിച്ചിട്ടുണ്ടാവും, ധാരാളം രാത്രി നിസ്കരിച്ച് ശീലിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ശീലങ്ങൾ നമുക്ക് കിട്ടും. ഇതൊന്നും എന്ത് ചെയ്യരുത്, ഫസ്റ്റ് പെരുന്നാൾ ദിവസം എത്തുന്നതോടുകൂടെ മൊത്തം പാഴാക്കി കളയരുത്. ആ ശീലങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകും. അത് നമുക്ക് മുഴുവൻ ശീലങ്ങളും മുറുകെ പിടിക്കാൻ കഴിയില്ല, സ്വാഭാവികം. കാരണം എന്താ, ശൈത്താന്മാർ ഫ്രീ ആയി, നമ്മുടെ നെഫ്സിൻ്റെ കൺട്രോൾ പോയി. അപ്പം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ചെറിയൊരു പ്രയാസം ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, മുഴുവൻ സാധിക്കില്ലെങ്കിലും ഏറ്റവും മിനിമം ലെവലെങ്കിലും എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാം. ഏറ്റവും മിനിമം ലെവലെങ്കിലും ഒന്ന് കീപ്പ് ചെയ്യാം. ആണ് നിംസാസം പഠിപ്പിച്ചു തന്നത്. ഒരു വസീയത്ത് നിംസാസ്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇവർക്കൊക്കെ കൊടുക്കുന്നൊരു വസീയത്തുണ്ട്. അതെങ്കിലും നമുക്ക് മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കുക. എന്താ നിംസാസം പഠിപ്പിച്ചു തന്നത്? അദ്ദേഹം സ്വഹാബി പറഞ്ഞു, ഔസാനി ഖലീലി ബി സലാസിൻ, എനിക്കെൻ്റെ ഖലീൽ, എൻ്റെ ഏറ്റവും അടുത്ത അങ്ങേയറ്റം സ്നേഹിക്കുന്ന എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് 3 കാര്യങ്ങൾ വസീയത്ത് നൽകിയിട്ടുണ്ട്. ലാ അദഉഹുന്ന ഹത്താ അമൂത്ത്, ഞാൻ മരിക്കുന്നത് വരേക്ക് ഞാനത് വിട്ട് കളയുകയില്ല. ഏതൊക്കെ 3 കാര്യങ്ങൾ? ഒന്നാമത്തത് 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുക, 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുക. രണ്ടാമത്തത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വിത്തർ നിസ്കരിച്ചിട്ട് വിത്തർ നിസ്കരിക്കാതെ ഉറങ്ങരുത്, രണ്ടാമത്തെ വസിയത്ത്. മൂന്നാമത്തത് ഒരു മാസത്തിൽ 3 ദിവസങ്ങളെങ്കിലും എന്ത് ചെയ്യാം, നോമ്പെടുക്കുക. ഒരു മാസത്തിൽ 3 ദിവസങ്ങളെങ്കിലും നോമ്പെടുക്കുക. ഈ 3 കാര്യങ്ങൾ ഒരിക്കലും മുടങ്ങാതെ മരിക്കുന്നത് വരേക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ ഒരു സംസാരം നമ്മുടെ ഈ വരുന്ന റമദാൻ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും റബ്ബിൻ്റെ അടുക്കൽ അത് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവർത്തനമാക്കി മാറ്റാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സബബാക്കി തീർക്കുമാറാകട്ടെ. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ വലിയ പ്രതിഫലങ്ങൾ ഈ റമദാൻ മാസത്തിലൂടെ കരസ്ഥമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി പറയാണ്. നമ്മൾ റമദാൻ മാസം എന്നുള്ളത് അതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് പല ഹദീസുകളും ഒരുപാട് ആയത്തുകളൊക്കെ കേട്ടിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 2 സ്വഹാബികളുണ്ടായിരുന്നു, 2 പേരും കൂട്ടുകാരൻ. ഇതിൽ ഒരു കൂട്ടുകാരൻ ആദ്യത്തെ വർഷത്തിൽ മരണപ്പെടും, അടുത്ത വർഷത്തിലാണ് അവൻ്റെ കൂട്ടുകാരൻ മരണപ്പെടുക. ഈ ആദ്യത്തെ വർഷത്തിൽ മരണപ്പെട്ടവൻ യുദ്ധത്തിൽ ഷഹീദായിട്ട് മരണപ്പെടുന്നു. രണ്ടാമത്തെ വർഷത്തിൽ മരണപ്പെട്ട കൂട്ടുകാരൻ സാധാരണ പോലെ, ഒരാൾ സാധാരണ മരിക്കുന്നത് പോലെയാണ് മരിക്കുന്നത്. ഈ 2 പേരെയും വേറൊരാൾ എന്ത് ചെയ്യാണ്, വേറൊരു സ്വഹാബി സ്വപ്നം കാണും. സ്വപ്നത്തിൽ എന്താ കാണുന്നത്, ഈ രണ്ടാമത് മരണപ്പെട്ട ഷഹീദല്ലാതെ മരണപ്പെട്ട വ്യക്തി ഷഹീദിനേക്കാൾ സ്വർഗത്തിൽ ഉയർന്ന ദറജയാണ്. 2 പേരും സ്വർഗത്തിലാണ്. ഷഹീദിനേക്കാൾ വലിയ ദറജ അടുത്ത വർഷം മരണപ്പെട്ട അവൻ്റെ കൂട്ടുകാരനാണുള്ളത്. അപ്പോൾ ഈ സ്വഹാബിക്ക് സംശയം, കൺഫ്യൂഷനായി, എന്തുകൊണ്ടാണ് അങ്ങനെ? ഷഹീദിനാണല്ലോ വലിയ പദവിയും പ്രതിഫലമൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സ്വഹാബി നിംസാസ് മെഡിക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഈ സ്വപ്നം ഇങ്ങനെ ശരിക്കും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വപ്നം തന്നെയാണോ, അതല്ല ശൈത്താൻ്റെ അടുക്കലുള്ളതാണോ? പക്ഷെ എനിക്കങ്ങനെ എൻ്റെ മനസ്സിലങ്ങനെ തോന്നിപ്പോയതാണോ? അപ്പം നിംസാസൻ പറഞ്ഞത്, ഈ സ്വപ്നം ശരിയായ സ്വപ്നം തന്നെയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സ്വപ്നം തന്നെ. ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഷഹീദിനേക്കാൾ വലിയ ദറജയിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ, ഇയാൾ 1 വർഷം കൂടുതൽ ജീവിച്ചിട്ടുണ്ട്. ആ വർഷത്തിൽ ഇയാൾ ഓരോ ദിവസവും 5 വഖ്ത് നിസ്കരിച്ചിട്ടുണ്ട്, ജുമാകളിൽ പങ്കെടുത്തിട്ടുണ്ട്, അയാൾക്കൊരു റമദാൻ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഹദീസിൽ പറയാം, അയാളുടെ റമദാൻ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഒരു റമദാൻ നമുക്ക് എക്സ്ട്രാ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. ആ റമദാനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ആ ഒരൊറ്റ റമദാൻ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, ഷഹീദിന് കിട്ടുന്ന ദറജയേക്കാൾ വലിയ ദറജയിലേക്ക് എത്താൻ സാധിക്കും. അത്രയും വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് റമദാൻ ലഭിക്കുക എന്നുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല
രൂപത്തിൽ ആഫിയത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ റമദാനിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുകയും അങ്ങനെ ആ ഒരു റമദാനിൽ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ പരമാവധി അധികരിപ്പിച്ച് റബ്ബിന് അടുക്കൽ വലിയ പ്രതിഫലങ്ങൾ വലിയ ദർജകൾ കരസ്ഥമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. റമദാൻ മാസം തുടങ്ങുമ്പോൾ തന്നെ മുഴുവൻ നോമ്പ് നോക്കുന്ന അങ്ങനെ നീയത്ത് വെക്കാൻ പറ്റും. ഡെയിലി നാളെ നോമ്പ് നോക്കുന്ന നീയത്ത് വെക്കണം. അത് വേണമെന്നില്ല. റമദാൻ മാസം തുടങ്ങുമ്പോൾ അതായത് നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുമല്ലോ, അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിൽ നീയത്തുണ്ട്. എന്തെങ്കിലും ഒരു പ്രത്യേക ഇപ്പം നൗബയത്തു സൗമഗതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നോമ്പ് അത്താഴത്തിന് എഴുന്നേൽക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞിട്ട് അലാറം വെക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയൊക്കെ നീയത്ത് എന്ത് ചെയ്തു? ഓൾറെഡി ഫിക്സ് ആയിട്ടുണ്ട്, സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീയത്ത് എന്നുള്ളത് കൽബിൽ വരുന്ന കാര്യം. അത് കൽബിൽ വന്നാൽ എന്തായി? മതിയാകുന്നതാ. ഇമാമിനൊപ്പം കംപ്ലീറ്റ് നിസ്കരിക്കാനൊന്നുമില്ല, രാത്രി മുഴുവൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുണ്ട്, ഇശാക്ക് ശേഷം തറാവി നിസ്കരിക്കും, രാത്രി ഖിയാമുൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ടാക്കും. അത് നിസ്കരിക്കാം, പ്രശ്നമില്ല. നമ്മൾ ഇമാമ് നിസ്കരിച്ച് ഇമാമിൻ്റെ ഒപ്പം ഇമാം പൂർത്തീകരിക്കുന്നവരെ കൂടുക എന്നുള്ളതാണ് ഈ ഒരു പ്രതിഫലം കിട്ടാൻ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യം. പിന്നെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, നമുക്ക് സാധിക്കുമെങ്കിൽ സൗകര്യപ്പെടും. ഫസ്റ്റത്തെ വിത്തർ 2 പ്രാവശ്യം നിസ്കരിക്കാനില്ല. കുറച്ച് ആൾക്കാർ അങ്ങനെ ആദ്യത്തേല് വിത്തർ നിസ്കരിച്ചിട്ട് രണ്ടാമത്തേല് വിത്തറിൽ കൂടാതിരുന്നാൽ മതി. ഒരു രാത്രി 2 വിത്തറില്ലല്ലോ. ആദ്യത്തെ ജമാഅത്തിൽ വിത്തറോടുകൂടെ നിസ്കരിച്ചിട്ട് രണ്ടാമത്തെ ജമാഅത്തിൽ എന്ത് ചെയ്താൽ മതി? വിത്തറിൽ പങ്കെടുക്കാതിരുന്നാൽ മതി. ഒരു വീഡിയോയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, ഒരു നിസ്കരിക്കില്ല, അതിനുശേഷം എണീച്ചിട്ട് അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വിത്തർ ആദ്യത്തെ ജമാഅത്തിൽ വിത്തർ അവസാനിക്കും, ഇമാമ് സലാം കൂട്ടുമ്പോൾ എഴുന്നേറ്റൊരു റക്അത്തോട് നിസ്കരിച്ചിട്ട് അടുത്ത ജമാഅത്തിൽ എന്ത് ചെയ്താൽ മതി? വിത്തറിൻ്റെ ഒപ്പം സലാം കൂട്ടിയാൽ മതി, പൂർത്തീകരിച്ചാൽ മതി എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ആർക്കും